കൺട്രി റെഡിയാണ്. അതാണ് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് PR കിട്ടാൻ ഉള്ള സാധ്യത എന്ന് പറയുമ്പോൾ ലൈക്ക് ഡയറക്ട്ലി നമുക്ക് PR അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ബട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാറ്റസിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് PR അച്ചീവ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം നമുക്ക് അവിടെ ഒരു ജോബിന്റെ ആവശ്യമുണ്ട്. ഇവിടെ നിന്ന് ഡയറക്ട്ലി PR എടുത്ത് പോകുന്ന കാൻഡിഡേറ്റ്സും ഒരു ജോബ് ഓഫറോടുകൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സിനാരി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോബ് ഓഫർ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് അവിടെ PR എന്നുള്ള സാധ്യത ഉണ്ടാവുക. അപ്പൊ എങ്ങനെ നമുക്കൊരു ജോബ് ഓഫർ ആദ്യം ഗ്രാബ് ചെയ്യാം എന്നുള്ളത് അറിയണം. ഈ ജോബ് ഓഫർ ഗ്രാബ് ചെയ്യാന്ന് കിട്ടുക എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ പുറത്തുള്ള ഒരു രാജ്യത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കാനഡ എന്ന് പറഞ്ഞൊരു കൺട്രി, അവിടെ ഒരു എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ജോബ് തരാനായിട്ട് റെഡി ആണെന്ന് തന്നെ വിചാരിക്കുക. ബട്ട് ഈ ഒരു ഓഫർ നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിലായിരിക്കുമ്പോൾ അവസ്ഥയിലാട്ടോ ഞാൻ പറയുന്നത്. കാനഡയിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയർ നമ്മളിപ്പോൾ ഇന്ത്യയിലായിരിക്കുമ്പോൾ നമുക്കൊരു ജോബ് ഓഫർ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് അയാൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ഗവൺമെന്റിനെ കംപ്ലീറ്റ്ലി പ്രൂവ് ചെയ്യണം, അതായത് ആ പർട്ടിക്കുലർ വേക്കൻസി ഹാൻഡിൽ ചെയ്യാൻ കാനഡ എന്ന് പറയുന്ന ആ വലിയ രാജ്യത്ത് ഒരു ആളും ഇല്ല എന്നുള്ളത്. അതിന് ന്യൂസ് പേപ്പറിലൊക്കെ 2-3 പ്രാവശ്യം അഡ്വർടൈസ്മെന്റ് ഒക്കെ പോസ്റ്റ് ചെയ്തൊക്കെയും ഷുവർ ചെയ്തതിനു ശേഷം മാത്രമേ അങ്ങനെ ഒരു വേക്കൻസി ഇവർക്ക് പുറത്തേക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തൊരു എംപ്ലോയർ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ തന്നാൽ തന്നെയും ആ ഒരു എംപ്ലോയറിന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും വേറെയും ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു കൺട്രിയുടെ രീതികളൊന്നും തന്നെ നമുക്കറിയില്ല അല്ലെ. എസ്പെഷ്യലി നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു കൺട്രിയുടെ ആക്സെന്റ് നമുക്ക് ഉണ്ടാവണം എന്നില്ല. അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ യൂസ്ഡ് അല്ല, അവിടുത്തെ കൾച്ചർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അവിടുത്തെ ഒരു എംപ്ലോയി സ്റ്റൈൽ എങ്ങനെയാണ്, അവിടുത്തെ കമ്പനീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്താണ് അതിനൊരു പാത്വേ? അവിടെയാണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ആ വേർഡിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ GB എഡ്യൂക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നല്ലൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ എടുക്കുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് എത്താനുള്ള ഒരു പാത്വേ, അതാണ് ഈ സ്റ്റഡി അബ്രോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോ അടുത്തടുത്ത സ്ലൈഡുകളിൽ ഷെയർ ചെയ്യാണ്. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് കേട്ടോ, ജസ്റ്റ് ഒരു ക്ലാസ് എടുക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ബട്ട് ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു PPT പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാം. അതിനുശേഷം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് എല്ലാം 1 by 1 ചോദിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അതനുസരിച്ച് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻസ് എടുക്കുകയും മറ്റുമൊക്കെ ചെയ്യാം. സോ ഞാൻ ആദ്യം തന്നെ ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. GB എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേര് ഇപ്പൊ നേരത്തെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് M&G ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസ് ആണ്. നമ്മളൊരു കാനഡ ബേസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയർ ഓഫീസ് ആണ്. അതായത് കാനഡയിൽ ടൊറന്റോ, നിങ്ങളെല്ലാം കേട്ടുള്ള ഒരു ായിരിക്കും. അവിടുത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സ് ഓഫീസാണ് ഞങ്ങൾ. അപ്പൊ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഇതുപോലുള്ള വെസ്റ്റേൺ കൺട്രീസിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താ പറയുക ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അല്ലെങ്കിൽ PR-ന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അതിനെല്ലാം കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു 1 സ്റ്റോപ്പ് പോയിന്റ് ആയിട്ട് ഞങ്ങളുടെ ഓഫീസ് അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കാനഡയിൽ ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ട്. അവിടെ ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ ലോയേഴ്സ് ആണ് M&G. കാനഡ മാത്രമല്ല, കാരണം ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ പോകാൻ ആഗ്രഹിക്കുന്നത് കാനഡ തന്നെ ആവണമെന്നില്ലല്ലോ. അതല്ല, ഇനി ന്യൂസിലാൻഡോ ഓസ്ട്രേലിയ ഒക്കെ പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ഏജൻസുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഒക്കെ ഉണ്ട്. സോ എനി കൺട്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ആൻഡ് നമ്മളൊരു പാസ്റ്റ് 10 ഇയേഴ്സിലധികമായിട്ട് 15-ലധികം രാജ്യങ്ങളിൽ 650-ലധികം യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസുമായിട്ട് ഡയറക്റ്റ് ടൈപ്പോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് M&G എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ചില സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സ്റ്റഡി വിങ് ആണ് GB എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലൊരു ഓഫീസ് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്? അതായത് നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത് എബ്രോഡ് ാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് റോളാണ് GB എഡ്യൂക്കേഷൻ പ്ലേ ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കേരളത്തിൽ 12 ഓഫീസുമായിട്ട് റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് GB. കൊച്ചിനിലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. അതല്ലാതെ തന്നെ നമുക്കിപ്പോൾ മാവേലിക്കര, കോട്ടയം, പാല ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിൻ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓഫീസുകൾ വിസിറ്റ് ചെയ്യണം നിർബന്ധമില്ല. എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യാനുള്ള മടിയുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് എല്ലാം ധാരാളം അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഗൂഗിൾ റിവ്യൂ ഫോം ഷെയർ ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ
കിട്ടുന്നതായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഫില്ല് ചെയ്ത് തരുവാണെങ്കിൽ ഈ സെഷൻ, ഈ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻ അറ്റൻഡ് ചെയ്തതിനുള്ള ഒരു സർട്ടിഫിക്കറ്റും കിട്ടും. മാത്രമല്ല നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് അപ്ഡേറ്റ്സ് ഞങ്ങൾക്ക് ടൈം ടു ടൈം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാനും സാധിക്കും. അതായത് ഏതൊക്കെ കോളേജസും പ്രോഗ്രാംസ് ഒക്കെയാണ് എബ്രോഡുള്ള ഓരോ രാജ്യങ്ങളിൽ അവൈലബിൾ ആവുക, എസ്പെഷ്യലി ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ, ഈ ഒരു പാൻഡമിക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഓരോ രാജ്യങ്ങളും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗൂഗിൾ റിവ്യൂ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഫില്ല് ചെയ്ത് തന്നിട്ടില്ലാത്തവർ അത് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് തരുവും ചെയ്യാം കേട്ടോ. സോ ഞാൻ എന്തുകൊണ്ട് GB എഡ്യൂക്കേഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിൽ അതിന്റെ റോൾ എന്താണെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. സോ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ്, അതായത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് പല കാൻഡിഡേറ്റ്സിനും അറിയണ്ടാവില്ല. കാനഡയിലേക്ക് ഒരു പക്ഷേ എന്റെ റിലേറ്റീവ് പോയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ UK എന്റെ ഒരു ഫ്രണ്ട് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാവുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ സ്റ്റുഡന്റ് പോയ ഒരു യൂണിവേഴ്സിറ്റിയോ പ്രോഗ്രാം ഒക്കെ അറിയാമെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ പറ്റുന്ന പ്രോഗ്രാംസ് അവിടെ അവൈലബിൾ ആണോ, അതിനുള്ള വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടോ എന്നൊക്കെ പലർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഓഫീസിലുള്ള അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ആ കാര്യത്തിലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്യുക, അതുപോലുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്, ഡോക്യുമെന്റ്സിന്റെ അറേഞ്ച്മെന്റ്, പിന്നെ സ്കോളർഷിപ്സ്. ചില രാജ്യങ്ങളൊക്കെ നിങ്ങൾ ഇനി ഒരു കോഴ്സ് എടുക്കാൻ പോകുമ്പോഴേക്കും ഒരുപാട് സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും, ഏത് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും തന്നെ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അറ്റ് ദി ഏർലിയസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നതിന് സ്കോളർഷിപ്പ് ഓഫർ ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിന്റെ മറ്റു ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബാങ്ക് സൈഡിൽ ടൈപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പുറത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ സെറ്റിൽ ആവുന്നതിനുള്ള ഒരു പാത്വേ ആണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോൾ. എങ്കിൽ പോലും നമുക്ക് അവിടെ അഡ്മിഷൻ മാത്രം എടുത്താൽ പോരാ, വിസയും കൂടി ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഓരോ രാജ്യത്തേക്കും നമുക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും GB നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെ അറിഞ്ഞിരിക്കണം പോലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ദെൻ ട്രാവൽ അറേഞ്ച്മെന്റ്സ്, അതായത് ടിക്കറ്റ്, അവിടെ ചെന്നതിന് ശേഷമുള്ള നിങ്ങളുടെ അക്കോമഡേഷൻ, അങ്ങനെ A to Z കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ PR കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള റോളാണ് GB എഡ്യൂക്കേഷന് ഉള്ളത്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അല്ലെ, പലരും എല്ലാവരും തന്നെ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ, ഒരു പാൻഡമിക് നമ്മൾ ഫേസ് ചെയ്യാണ്, കോവിഡ്. അപ്പൊ ഇതിന് ശേഷം അക്രോസ് ദ ഗ്ലോബ് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ ഏത് രാജ്യമായിരിക്കും എനിക്ക് സ്യൂട്ടബിൾ ആവുക, ആ രാജ്യത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ്, നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള കോഴ്സസ് അല്ലെങ്കിൽ ജോബ് ടൈറ്റിലുകൾ എങ്ങനെയാണ്, ഏതെങ്കിലും കോഴ്സിന് പർട്ടിക്കുലർ ഡെഡ് ലൈനുകൾ ഉണ്ടോ, ഏതൊക്കെ മാസങ്ങളിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ എൻട്രി റിക്വയർമെന്റ്സ് എന്താണ്, പാർട്ട് ടൈം ചെയ്യാനും ഫുൾ ടൈം ചെയ്യാനുള്ള നിങ്ങളുടെ റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സോ ഒട്ടും ഡിലേ ഇല്ലാതെ നമ്മൾ ടോപ്പിക്കിലേക്ക് വേഗം കടക്കുവാണ്. അതിനു മുമ്പ് നമ്മൾ എന്തുകൊണ്ട് സ്റ്റഡി അബ്രോഡ്, നമ്മൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോകണം എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് ആൻസർ ആണ് ഈ സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കരിയർ ആസ്പെക്ട്സ്, ഓഫ് കോഴ്സ് നമുക്ക് എന്താ പറയാ, നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ജോലി സാധ്യതകളും മറ്റുമൊക്കെ ഉണ്ട്. ബട്ട് പോപ്പുലേഷൻ അധികമായതിന്റെ ബേസിസിൽ കുറച്ച് കോമ്പറ്റീഷനും അതിന്റെ ഭാഗമായിട്ടുണ്ട്. ബട്ട് ഈ പറയുന്ന അബ്രോഡ് കൺട്രീസ് ഒക്കെ പറയുവാണെങ്കിൽ പല രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ ലെവൽ എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. ബട്ട് സ്റ്റിൽ അവരൊക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്കോണമി സ്ട്രോങ് ആണ്, റിസോഴ്സസ് ഉണ്ട്, ബട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് HR അവിടെ ഇല്ല, ആളുകളില്ല അവിടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ ഇതുപോലുള്ള കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ നമുക്ക് വാക്ക് ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അവർക്കും കൂടി തോന്നണം നമ്മൾ ഈ പറഞ്ഞതുപോലെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്ന്. അപ്പൊ അത് തന്നെയാണ് ഈ സ്റ്റഡി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അഗെയിൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ, നമുക്ക് പുറത്തുനിന്ന് ഒരു ക്വാളിഫിക്കേഷൻ എടുക്കുന്നതിന്റെ ഒരു വാല്യൂ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് നമുക്ക് അറിയാം. പിന്നെ അറിയാലോ, ഒരുപാട് റാങ്കിങ് ആൻഡ് റെക്കഗ്നീഷൻ ഉള്ള ഹൈ റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. UK ഒക്കെ ലെജൻഡറി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ള കൺട്രിയാണ്. ഈവൻ ജർമ്മനി, മറ്റു രാജ്യങ്ങളിൽ ഇല്ല എന്നല്ല, ബട്ട് അതിൻ്റെതായ എന്താ പറയുക വേരിയേഷൻസ് റാങ്കിങ്ങിലും റെക്കഗ്നീഷനിലും എല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈഫ് എക്സ്പീരിയൻസ് അല്ലെ, നമ്മുടെ നാട്ടിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളവരായിരിക്കാം നിങ്ങളിൽ പലരും തന്നെ. അപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ, ആ ഒരു ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. അഗെയിൻ സം മൾട്ടിപ്പിൾ കോഴ്സ് ഓപ്ഷൻസ്, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസിലുള്ള ധാരാളം പ്രോഗ്രാം ഓപ്ഷൻസ് പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള പല കോഴ്സ് ഓപ്ഷൻസും നമുക്ക് എബ്രോഡുള്ള പല കൺട്രീസിലും പോസിബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് അല്ലെ, നമ്മുടെ ഒരു ചിന്താഗതി തന്നെ മാറിപ്പോവാണ്. കുറച്ചും കൂടി എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലും കാര്യങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ കിട്ടുന്നത്.
അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കാനഡയിൽ ഒരു ഓഫീസ് ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാനഡയാണ് നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫീസ് അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചില അഡീഷണൽ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അത് ഇതാണ് വരുന്നത്. മെയിൻലി നമ്മുടെ വിസ എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ടിക്കറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നമുക്ക് എടുത്തു തരാൻ സാധിക്കും. കാനഡിയൻ എയർപോർട്ടിൽ നിങ്ങൾ എത്തിയതിനു ശേഷം അവിടെ നിന്നുള്ള പിക്കപ്പ് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ സാധിക്കും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്കൊരു അക്കോമഡേഷൻ ഫെസിലിറ്റി വേണം അല്ലെ. നമ്മുടെ കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും എല്ലാം ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം. പുറത്ത് കുട്ടികൾ താമസിക്കുന്നതൊക്കെ വളരെ കുറവാണ്. ഇൻ ദ സെൻസ് നമ്മൾ അവരവരുടെ വീടുകളിൽ താമസിക്കും, ബട്ട് അല്ലാതെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വീടോ ഒക്കെ റെന്റ് എടുത്ത് താമസിക്കുന്നത് വളരെ കുറവാണ് ജനറലി. ബട്ട് പുറത്തുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഹോസ്റ്റൽ ഫെസിലിറ്റിനേക്കാളും സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് മേ ബി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു 4 ഗേൾസ് ഷെയർ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു 4 ബോയ്സ് അല്ലെങ്കിൽ 5 ബോയ്സ് ഷെയർ ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ രീതിയിലാണ് അക്കോമഡേഷൻ ഫെസിലിറ്റി പോകുന്നത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസസ് ഷെയർ ചെയ്യാം. അതായത് നിങ്ങളുടെ ഫുഡ്, ഇന്റർനെറ്റ്, ലോണ്ടറി, അതുപോലെ തന്നെ റെന്റ്, അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസസ് നിങ്ങൾക്ക് തമ്മിൽ തന്നെ ഷെയർ ചെയ്ത് പോവാം അല്ലെ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം എക്സ്പെൻസസ് കുറയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കനേഡിയൻ ഓഫീസ് ഉള്ളത് കൊണ്ട് കാനഡയാണ് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ, അവിടെയാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 മാസം അക്കോമഡേഷനുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്തു തരും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫെസിലിറ്റി തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഓപ്ഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അഗെയിൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് കനേഡിയൻ ഓഫീസ് അവിടെ ഉള്ളതുകൊണ്ട് കാനഡയിലേക്ക് പോകുന്ന സ്റ്റുഡൻസിനും നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അപ്പൊ ഞാനൊരു കാര്യം കൂടി ഇവിടെ ആഡ് ചെയ്തോട്ടെ. ഇതിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം കേട്ടോ. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ പ്രിഫറബിളി. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫൈൻ, ഇല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ ഇനിയൊരു സ്ലൈഡിൽ പറഞ്ഞേക്കാം. പിന്നെ 4 വീലർ ലൈസൻസ് ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ 4 വീലേഴ്സ് ഒക്കെ പുറത്തുള്ള രാജ്യങ്ങൾ കുറച്ചുകൂടി ചീപ്പാണ്. അപ്പൊ പല സ്റ്റുഡൻസ് എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു പക്ഷെ ഉണ്ടാകാം, ഇല്ലെങ്കിൽ എടുക്കുന്നതും യൂസ്ഫുൾ ആയിരിക്കും. നിർബന്ധമില്ല, കാരണം വെച്ചാൽ അവിടെയൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ST പോലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ അതുകൂടി ഞാനൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ, കാനഡയിൽ പാർട്ട് ടൈം ചെയ്യുന്നതിന് നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ കനേഡിയൻ ഓഫീസ് അവിടെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു PR-ന്റെ കാര്യം അല്ലെ, ഒരു വലിയൊരു ലൈഫ് സ്റ്റാറ്റസ് ആണ് PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടിയുള്ള പേപ്പർ വർക്ക്സും മറ്റ് അസിസ്റ്റൻസ് എല്ലാം നമ്മുടെ കനേഡിയൻ ഓഫീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിസ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിലോ അങ്ങനെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കനേഡിയൻ ഓഫീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഇതൊന്നും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ പാൻഡമിക് ടൈമിലൊക്കെ നമ്മുടെ ഓഫീസിൽ നിന്നല്ല മറ്റു ഓഫീസുകളിൽ നിന്ന് വന്ന എബ്രോഡ് എന്താ പറയാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പോലും ഞങ്ങളുടെ കനേഡിയൻ ഓഫീസ് വലിയൊരു ഹെൽപ്പ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഇൻഫർമേഷനിലേക്കാണ് ഞാൻ ഇതും കൂടി ഒന്ന് ഷെയർ ചെയ്തത്. സോ ഇതൊക്കെയാണ് ജനറലി ഇന്ന് സ്റ്റുഡൻസ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. കാനഡ, UK, ഓസ്ട്രേലിയ, അയർലൻഡ്, ന്യൂസിലാൻഡ്, ജർമ്മനി ആൻഡ് സോ ഓൺ. അപ്പൊ ഇതൊക്കെയാണ് കാരണം കൂടുതലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ്. ഓൾറെഡി ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഓരോ ഓഫീസുകളിലും തന്നെ നമുക്ക് റെഫറൻസസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ബെനിഫിറ്റ്സ് ഈ പറയുന്ന രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് ഒരാൾ ഏത് കൺട്രിയാണ് തനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതിന് നമ്മൾ ചില ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യണം. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ എലിജിബിലിറ്റി എന്താണെന്നുള്ളതാണ്. നിങ്ങളിപ്പോ ബാച്ചിലർ സ്റ്റുഡൻസ് ഉണ്ട്, മാസ്റ്റർ സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക് സ്കോർ ആണ് ഒരു എലിജിബിലിറ്റിയുടെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എത്ര പെർസെന്റേജ് ഓഫ് മാർക്കാണ് നിങ്ങൾ ഇപ്പൊ ഈ നിങ്ങളുടെ ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനോ അച്ചീവ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്കാണ് പോകുന്നത്. ബട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും IELTS എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ്. ഇതൊന്നുമില്ല, നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെ ചിലപ്പോൾ ചെറിയൊരു കോച്ചിങ് ഓൺലൈനായിട്ടൊക്കെ ഇപ്പൊ ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു കോച്ചിങ് അറ്റൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ തന്നെ എല്ലാ കാൻഡിഡേറ്റ്സിനും കിട്ടാറുണ്ട്. അപ്പൊ ഇതാണ് എലിജിബിലിറ്റിയുടെ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റും ആ ഒരു കൺട്രിയിലുണ്ടോ, നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോഗ്രാംസിന് ആ കൺട്രിയിൽ എന്താണ് സാധ്യതയുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു പോയിന്റ് വരുന്നത് ലെവൽ ഓഫ് പ്രോഗ്രാംസ് ആണ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കൺട്രീസിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
കാനഡ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്, ഇപ്പൊ നിങ്ങൾ ബാച്ചിലർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, മാസ്റ്റർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം ആയിരിക്കും ആസ് എ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് നിങ്ങളെ കൂടുതൽ വെൽക്കം ചെയ്യുക. അതായത് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു കരിക്കുലം ഫോളോ ചെയ്യുന്നത് ഡിപ്ലോമ, PG ഡിപ്ലോമ പ്രോഗ്രാംസിനായിരിക്കും. ബട്ട് മറിച്ച് നമ്മളിപ്പോൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ UK ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ആയിരിക്കും എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഫ്രണ്ട്സ്, അപ്പൊ ഒരാൾ UK യിൽ ഞാനൊരു മാസ്റ്റേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ ഞാൻ കാനഡയിൽ ഒരു ഡിപ്ലോമയാണല്ലോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു കമ്പാരിസന്റെ ആവശ്യമില്ല. കാരണം ഓരോ കൺട്രിയുടെയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിഫറെന്റ് ആണ്. അവർ ഓരോ ലെവൽ ഓഫ് പ്രോഗ്രാംസിന് കൊടുക്കുന്ന വാല്യൂം ഡിഫറെന്റ് ആണ്. എന്ന് കരുതി നമ്മളിപ്പോൾ കാനഡയിൽ ഒരു ഡിപ്ലോമയാണ് എടുക്കുന്നത്, അയ്യോ ഒരു ഡിപ്ലോമയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടാകാനാണ് എന്ന് ചിന്തിക്കരുത്. കാരണം ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലെയും ഡിപ്ലോമ, PG ഡിപ്ലോമ, ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് എല്ലാ ലെവൽ ഓഫ് പ്രോഗ്രാമും വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ടൈറ്റിലിൽ നിങ്ങൾ എന്താ പറയാ കുടുങ്ങി പോകേണ്ട ആവശ്യമില്ല. അഗൈൻ ദ റാങ്കിങ് ഓഫ് യൂണിവേഴ്സിറ്റീസ്, ചിലർക്ക് ഉണ്ടാവും വളരെ ഹൈ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അപ്പൊ അതുപോലൊരു കൺട്രി നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ നമുക്ക് കിട്ടാനും സാധ്യതയുള്ള രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ UK, ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ എല്ലാം വളരെയധികം ഹൈ റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓഫ് കോഴ്സ് കാനഡയിലും ന്യൂസിലാൻഡിലും അയർലൻഡിലും ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൂടുതൽ വെൽക്കം ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് കൺട്രീസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് മാത്രം. പക്ഷെ ഇവിടെയും നമ്മുടെ എലിജിബിലിറ്റി നോക്കണം കേട്ടോ. നിങ്ങളുടെ അക്കാഡമിക് വൈസ് സ്കോറും IELTS സ്കോറും ഒക്കെ നോക്കിയിട്ടായിരിക്കാം നിങ്ങൾക്കുള്ള അഡ്മിഷൻസ് പോസിബിൾ ആവുക. ദെൻ കംസ് ദ ഫീസ് ആൻഡ് ലിവിംഗ് കോസ്റ്റ് അല്ലെ. ഈ രണ്ട് ഫണ്ടും എസ്പെഷ്യലി പാരന്റ്സിന്റെ ഒരു കൺസേൺ ഫാക്ടർ ആണ് അല്ലെ. കുറച്ച് ഫണ്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലെ. ക്യാഷിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് വേണ്ടിയിട്ട് കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, ഓൺ ആൻ ആവറേജ് ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 to 13 lakhs, അതായത് ഒരു 8 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ വേരി ചെയ്ത് നിൽക്കും. ഇത് ഓരോ രാജ്യങ്ങളും ഡിഫറെന്റ് ആണ്. ഇപ്പൊ കാനഡയിൽ നമ്മളൊരു PG ഡിപ്ലോമയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു 8.5 to 9.5 ഒരു 10 lakhs ഒക്കെ ആയിരിക്കും പെർ ഇയർ ഫീസ് വരുന്നത്. ബട്ട് ഇനി നിങ്ങളതൊരു UK യിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഫീസ് ഏകദേശം നമുക്കൊരു 12 മുതൽ ഒരു 15 ലക്ഷം രൂപ വരെ ഒരു വർഷത്തെ ഫീസ് വന്നേക്കാം. അപ്പൊ അതിലും ഒട്ടും മടി വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ജോലി അന്വേഷിക്കാനുള്ള സാവകാശം ഒക്കെ അവിടുത്തെ ഗവൺമെന്റ് തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. എന്തായാലും ഞാൻ ഒന്നുകൂടി ഈ ഒരു ടൈമിൽ പറയാം. നിങ്ങളിപ്പോ ആദ്യം പോകാൻ പോകുന്നത് ഒരു സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്ന സ്റ്റാറ്റസിലായിരിക്കും. പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ചെയ്യാനുള്ള റൈറ്റ് തരുന്നതാണ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. കോഴ്സ് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും തന്നെ 1 വർഷം മുതൽ 3 വർഷം വരെ സ്റ്റേ ബാക്ക് ടൈം നമുക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയും. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലി, പാർട്ട് ടൈം നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്തിട്ടുള്ളതാണ്, ഒരു ഫുൾ ടൈം ജോലി അച്ചീവ് ചെയ്ത് ആ രാജ്യത്ത് തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് അവിടുത്തെ ഗവൺമെന്റ് തരുന്ന സാവകാശത്തെയാണ് സ്റ്റേ ബാക്ക് വിസ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ടൈം എന്ന് പറയുന്നത്. ഈ ടൈമിൽ എപ്പോൾ നമ്മളൊരു ഫുൾ ടൈം ജോലിയിലേക്ക് കയറുന്നു അല്ലെങ്കിൽ ഒരു എംപ്ലോയർ നമ്മളെ സ്പോൺസർ ചെയ്യുന്നു, ആ ടൈം മുതൽ നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വർക്ക് വിസ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ്. ഈ വർക്ക് വിസയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നതോടുകൂടിയാണ് നമ്മൾ PR എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ലൈക്ക് ഫീസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നോൺ റീഫണ്ടബിൾ ആണ് അല്ലെ. കാരണം വെച്ചാൽ നമ്മളത് പഠിക്കാനായിട്ട് ആ കോളേജിലേക്കോ യൂണിവേഴ്സിറ്റിയിലേക്കോ അടയ്ക്കുന്ന ചാർജ് ആണ്. ദെൻ കംസ് ലിവിംഗ് കോസ്റ്റ്. ലിവിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് ആ രാജ്യത്ത് ജീവിക്കാൻ ആ രാജ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെയാണ് ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എമൗണ്ടും ഈ പറയുന്ന പോലെ പല രാജ്യങ്ങളും വേരി ചെയ്ത് നിൽക്കും. ഇപ്പൊ കാനഡയ്ക്ക് ആണെങ്കിൽ ഒരു 10,000 കനേഡിയൻ ഡോളർ, നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഏകദേശം ഒരു 5.5 ലക്ഷം രൂപയോളം വരും. ഇനി ന്യൂസിലാൻഡ് ആണെങ്കിൽ അതൊരു 15,000 ന്യൂസിലാൻഡ് ഡോളർ വരും. അത് ഏകദേശം നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഏകദേശം ഒരു 7-7.5 ലക്ഷം രൂപയോളം വരും. ഇതെല്ലാം വേരി ചെയ്ത് നിൽക്കും. ഇത് നമ്മൾ ആ രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ പാരന്റ്സിനോട് കൂടി ഷെയർ ചെയ്യണം കേട്ടോ. കാരണം 2 ഫണ്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഓരോ രാജ്യങ്ങളിലേക്കും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഫീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കോളേജിന്റെയോ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് കാൻഡിഡേറ്റിന്റെ പേരിലുള്ള നാട്ടിലുള്ള അക്കൗണ്ടിൽ നിന്ന് തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളത് സൂചിപ്പിച്ചത്. ലിവിംഗ് കോസ്റ്റും നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പോകേണ്ടത്. അത് പക്ഷെ അവിടെ ഓപ്പൺ ചെയ്യുന്ന നിങ്ങളുടെ പേരിൽ തന്നെയുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റീഫണ്ടബിൾ ആണ്. ഇതൊരു ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിട്ട് ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് മാത്രം ആ രാജ്യം ആവശ്യപ്പെടുന്ന എമൗണ്ട് ആണ് ലിവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞതുപോലെ ചെന്ന ഉടനെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ബട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് 1 വർഷത്തിനുള്ളിൽ ലിവിംഗ്
കോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. ഇനി ഈ പറയുന്ന ടോട്ടൽ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം അല്ലെ? കാരണം പാരന്റ്സ് അവരുടെ വിലപ്പെട്ട എന്തെങ്കിലും ഒന്നെങ്കിൽ ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ കയ്യിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഫീസ് ആയിട്ട് ലിവിംഗ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ആദ്യം തൊട്ടേ തിരിച്ചു പിടിച്ച് തുടങ്ങാം എന്നുള്ളതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാർട്ട് ടൈം ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്? അതായത് ആഴ്ചയിൽ 5 ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടാവും, 8 മണിക്കൂറായിരിക്കാം നമുക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉൾപ്പെടെ നോർമലി സ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പൊ അത് ഡിഫർ ചെയ്തിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെയാണ്, പക്ഷെ അതിന് മുൻപ് വരെ അങ്ങനെ ആയിരുന്നു അല്ലെ? അപ്പൊ അതായത് നമ്മളൊരു 5 ദിവസം 8 മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. എബ്രോഡ് ഉള്ള രാജ്യങ്ങൾ ഈ ടൈമിനെ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യുകയാണ്. ആഴ്ചയിലെ 40 മണിക്കൂർ നമ്മളിവിടെ പഠിക്കുന്നതിൽ 20 മണിക്കൂർ പഠിക്കാനും 20 മണിക്കൂർ പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ടും. അപ്പൊ എന്ത് നല്ല കാര്യമാണ് അല്ലെ? ഒരു വർഷത്തിൽ ഒരു 8 മുതൽ 9 മാസമൊക്കെ ക്ലാസ് ഉണ്ടാവത്തുള്ളൂ. ആ ടൈമിൽ തന്നെ നമുക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാർട്ട് ടൈം ചെയ്യാം. ഇനി വെക്കേഷൻ ടൈമിൽ നമുക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരാഴ്ചയിൽ 40 മണിക്കൂർ നമുക്ക് ജോബും ചെയ്യാം. ഇനി ഈ പാർട്ട് ടൈം ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കോഴ്സ് പഠിക്കാൻ പോയോ അതിന് റിലേറ്റഡ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അത് കിട്ടാനും ഒരു പക്ഷെ അങ്ങനെ തന്നെ കിട്ടണം എന്നും ചിലപ്പോൾ നിർബന്ധം ഉണ്ടാവത്തില്ല. അതായത് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ് ബികോം കഴിഞ്ഞ കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ ഒരു പക്ഷെ പഠിക്കാൻ പോകുന്ന ഒരു അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസോ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് ആയിരിക്കും. പാർട്ട് ടൈം ചെയ്യുന്നത് ഒരു പക്ഷെ ചിലപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കൗണ്ടറിലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാംസ് ഒക്കെ ഉണ്ട്. ഫാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് പ്രൊഡ്യൂസസിന്റെ, അതായത് ഇപ്പൊ ന്യൂസിലാൻഡ് ആപ്പിൾ കിവി ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവിടെ ആ ഒരു ഫ്രൂട്ട് പ്ലക്ക് ചെയ്യുന്നത് പോലും ഒരു പാർട്ട് ടൈം ജോബാണ്. അപ്പൊ ഈ പാർട്ട് ടൈം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പൈസ ഉണ്ടാക്കാം, നമുക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവിടുത്തെ ആക്സെന്റ് ഇംപ്രൂവ് ചെയ്യാം, അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഒരു കമ്പനീസ് ഒക്കെ വർക്ക് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഓർഗനൈസേഷൻസും വർക്ക് ചെയ്യുന്നതിന്റെ സ്റ്റൈല് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാനപ്പോ അതുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ട് ടൈം ജോലിയാണല്ലോ ചെയ്യുന്നത് എന്നുള്ളതിലും നിങ്ങൾക്ക് ഒരു മടിയും വിചാരിക്കേണ്ട. കാരണം നമുക്ക് എന്ത് ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും മിനിമം വേജ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു മണിക്കൂറിന് നമ്മൾ എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും ഒരു കൺട്രി ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മിനിമം വേജ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ കാനഡ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു $13 മുതൽ $15 വരെ നിൽക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് ആണെങ്കിൽ അത് ഒരു $16 മുതൽ $18 വരെ നിൽക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, കനേഡിയൻ ഡോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റിൽ ഏകദേശം ഒരു 50-52 രൂപയോളം വരും. ന്യൂസിലാൻഡ് ഡോളർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 48-50 രൂപയോളം വരും. ഓസ്ട്രേലിയൻ ഡോളർ ആണെങ്കിൽ ഏകദേശം ഒരു 52-54 രൂപയോളം വരും. അപ്പൊ ഒരു മണിക്കൂറിനാണ് നമുക്ക് ഈ ഒരു ചാർജ് കിട്ടുന്നത് അല്ലെ? നമുക്ക് ഒരു മടിയും വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ എല്ലാ ജോബിനും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പാർട്ട് ടൈമിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ പഠിക്കുന്നതിന് റിലേറ്റഡ് ആയിട്ട് പാർട്ട് ടൈം കിട്ടണമെന്നോ അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടുന്നോ നമ്മൾ പ്രതീക്ഷിച്ച് അങ്ങ് പോകേണ്ട ആവശ്യവും ഇല്ല. ഈ പാർട്ട് ടൈം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ നിങ്ങൾ അവിടെ താമസിക്കാൻ പോയി, അതിന് തൊട്ടടുത്ത് നിങ്ങളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ കണ്ടു, ഡയറക്ട്ലി വാക്ക് ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ്, എനിക്ക് ഇവിടെ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ്സ് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പൊ അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ധാരാളം ജോബ് സൈറ്റുകളുണ്ട്, ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ ജോബ് കൺസൾട്ടൻസികളുണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ അവിടെ താമസിക്കാൻ പോകുന്നതിന് സ്ഥലത്ത് നിങ്ങൾ കൂടെ താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരൊക്കെ ഒരു പക്ഷെ ഓൾറെഡി ജോബ് അറ്റൈൻ ചെയ്തവരായിരിക്കാം, പാർട്ട് ടൈം ജോബ്സ്. അപ്പൊ അവർ വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഈ കോവിഡ് ഒക്കെ വന്നതിന് ശേഷവും പാർട്ട് ടൈമിന്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല കേട്ടോ. പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ യാതൊരു ഇഷ്യൂസും വന്നിട്ടില്ല. അപ്പൊ മിനിമം വേജ് കൺസെപ്റ്റ് എന്നുള്ളത് വലിയൊരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. പാർട്ട് ടൈം ചെയ്ത് നമുക്ക് നമ്മുടെ അവിടുത്തെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി ആയതുകൊണ്ട് എല്ലാ എക്സ്പെൻസസും നമുക്ക് മറ്റു കുട്ടികളോടൊപ്പം ഷെയർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിംഗ് കോസ്റ്റ് ആയിട്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടാൻ പോകുന്ന ഒരു ഫണ്ട് ഉണ്ടല്ലോ. 2 വർഷത്തെ കോഴ്സ് പഠിക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ 2ാമത്തെ വർഷത്തെ ഫീസ് ിലേക്ക് അത് കൺസിഡർ ചെയ്യാം. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 1 വർഷത്തെ ഫീസ് മാത്രമേ നമ്മൾ അടച്ചിട്ട് പോകുന്നുള്ളൂ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ 2 ഇയർ കോഴ്സ് എടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2nd ഇയറിലേക്ക് നമ്മൾ ആദ്യം അടച്ച ലിവിംഗ് കോസ്റ്റ് മാനേജ് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്, എഡ്യൂക്കേഷൻ ലോൺ ആയതുകൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ടോ ജോബ് കിട്ടിയിട്ടോ ഒക്കെ തിരിച്ചടച്ചാൽ മതി. ബട്ട് നമുക്ക് അത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ വീട്ടുകാർ അത് സേവ് ചെയ്തോളും. അപ്പൊ അതാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ കംസ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ചില രാജ്യങ്ങളല്ലേ, കാനഡ ഒരു കോൾഡ് കൺട്രിയാണ്, ഓസ്ട്രേലിയ ഒരു നല്ല മോഡറേറ്റ് ക്ലൈമറ്റ് ഹോൾഡ് ചെയ്യുന്ന കൺട്രി
കൺട്രിയാണ്. അപ്പൊ ചില കുട്ടികൾക്ക് അതിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൗൺസിലേഴ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ബട്ട് ഇതിനൊട്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. തണുപ്പുള്ള രാജ്യങ്ങളിലും ധാരാളം ഹീറ്റർ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നല്ല എഷ്യോർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ കം ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. വലിയൊരു ക്വസ്റ്റൻ ആണ്. കാരണം ഇങ്ങനെ ഒരു പാൻഡമിക് കടന്നു പോയതിനു ശേഷം എന്താണ് എബ്രോഡ് ഉള്ള കൺട്രീസിന്റെ സിറ്റുവേഷൻ എന്നുള്ളതാണ് പലരെയും എന്താ പറയാ പലരെയും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിന്റെ ഒരു ആൻസർ എന്താണെന്നറിയോ? ഇതുപോലുള്ള വെസ്റ്റേൺ കൺട്രീസ് ഓൾറെഡി ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് കഴിഞ്ഞു. അതായത് അവിടെ അസുഖം ഇല്ലാത്തവരില്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ എക്കോണമി താഴെ പോവാത്ത രീതിയിൽ ആ കൺട്രി അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും എടുത്തു കഴിഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പൊ കാനഡ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇമിഗ്രേഷൻ മിനിസ്റ്റേഴ്സ് ഒരു 2 months മുമ്പ് എടുത്ത ഡിസിഷനിൽ അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ അവർക്ക് ഒരു 2 to 3 million ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി UK പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസൺ അനൗൺസ് ചെയ്തത് ഈ പാൻഡമിക് വന്നതിന് ശേഷം അദ്ദേഹം കൺഫേം ചെയ്ത ഒരു കാര്യം ഇതാണ്. അതായത് സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു സാവകാശത്തിനുള്ള സമയം. അപ്പൊ അത് നേരത്തെ ഒരു കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്നില്ല UK യിൽ. പക്ഷെ ഈ ഒരു സിറ്റുവേഷന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം അത് കൺഫേംഡ് ആയിട്ടും 2 years ആക്കി. അതായത് ആ രാജ്യത്ത് ഒരു കാൻഡിഡേറ്റ് പഠിക്കാൻ വരുന്ന കാൻഡിഡേറ്റ് അവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടിട്ടാണല്ലോ ആ സ്റ്റേ ബാക്ക് ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ UK എത്രത്തോളം എന്താ പറയുക ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ഒറ്റ ഡിസിഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റ് ഡേ നമ്മൾ ന്യൂസ് റിപ്പോർട്ടിൽ കണ്ടായിരുന്നു ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ മിനിസ്റ്ററിന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അങ്ങോട്ട് വരുന്നതിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ അവർ മാക്സിമം ലിബറലൈസ് ചെയ്യാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ടൈപ്പ് ഉള്ള കോളേജുകളും യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുമ്പോഴും അവിടെയുള്ള ഓഫീസസിൽ നിന്നും അതുപോലുള്ള ഗവൺമെന്റ് മറ്റ് ഒഫീഷ്യൽസിനെല്ലാം കിട്ടുന്ന വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതാണ്. അതായത് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഓൾറെഡി ഓവർകം ചെയ്ത് കഴിഞ്ഞു. അവരുടെ എക്കോണമി താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഷേഴ്സും എടുത്തിട്ടുണ്ട്. പല ജോബ് ഓപ്പർച്യൂണിറ്റീസിലും പല ഫീൽഡുകളിലും ജോബുകൾ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഒരു പാൻഡമിക് വന്നപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് ഓരോ പർട്ടിക്കുലർ ഡിവിഷനിലും എത്രത്തോളം ആൾക്കാരെ കൂടുതൽ ആവശ്യമുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് പോപ്പുലേഷൻ കുറവാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാർ അവരുടെ സിറ്റിസൺസിൽ നിന്ന് അവർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മളെ പോലുള്ള ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിന്റെ ഒരു ആവശ്യകത കൂടുതലായിട്ട് വരുന്നത്. ദെൻ കംസ് എ PR. പെർമനന്റ് റെസിഡൻസി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സിറ്റിസനെ പോലെ തന്നെ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സ്റ്റാറ്റസിനെയാണ് PR എന്ന് പറയുന്നത്. ഇത് പക്ഷേ പല രാജ്യങ്ങളിലും കിട്ടാനുള്ള സാവകാശത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റുഡന്റ് വിസയിൽ പോകുന്നു, സ്റ്റുഡന്റ് വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾ സ്റ്റേ ബാക്കിലേക്ക് മാറുന്നു. സ്റ്റേ ബാക്ക് ടൈമിൽ നമുക്ക് എപ്പോൾ ഒരു ഫുൾ ടൈം ജോബിലേക്ക് കയറുന്നോ ആ ടൈം കൊണ്ട് തന്നെ നമുക്ക് വർക്ക് വിസ ആവുന്നു. ഈ വർക്ക് വിസയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ PR-ന് അപ്ലൈ ചെയ്യുന്നത്. അതിന് കനേഡിയൻ ഓഫീസ് കാനഡയിൽ ഉണ്ടെന്നും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസസുമായിട്ട് ഡയറക്റ്റ് ടൈപ്പ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇനി എങ്ങനെയാണ് നിങ്ങൾ PR കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ പ്രൊഫൈലിനെ ബേസ് ചെയ്ത് മാത്രമാണ് അയാളുടെ PR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ എന്തായിരുന്നു, നമ്മളിപ്പോ എന്ത് ജോബാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ജോബിന്റെ ലെവൽ എന്താണ്. അതായത് ഇപ്പൊ നിങ്ങൾ എക്സിക്യൂട്ടീവ് ആണോ മാനേജർ ആണോ എന്ത് ലെവൽ ഓഫ് ജോബാണ് നിങ്ങൾ ചെയ്യുന്നത്, അതിന്റെ സാലറി സ്കെയിൽ എത്രയാണ്, അപ്പൊ നിങ്ങൾ ആ ഒരു ടൈമിൽ അച്ചീവ് ചെയ്യുന്ന സാലറി എത്രയാണെന്നുള്ളത് ആ ഒരു റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഈ പറഞ്ഞ അത് ഏത് സ്കിൽ കാറ്റഗറിയിൽ വരുന്നതാണെന്ന്. അതായത് ചില പർട്ടിക്കുലർ പ്രൊഫഷൻസിനെ ഓരോ കൺട്രീസിനും അത് ഡിഫറെന്റ് ആട്ടോ. അവർക്ക് ഷോർട്ടേജ് ഉള്ള ചില സ്കിൽ കാറ്റഗറീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോബാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനും ഈ പറഞ്ഞതുപോലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ IELTS എഴുതുന്നതിന് ചില രാജ്യങ്ങൾ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പോയിന്റ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ PR കാൽക്കുലേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ്. അതായത് ഒരു കാൻഡിഡേറ്റിന് ഈ പറയുന്ന ഓരോ ഫാക്ടേഴ്സിനും ഇത് ഓരോ രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഏതൊക്കെ ഫാക്ടേഴ്സിനാണ് അവർ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് അവര് ടോട്ടൽ സമ്മപ്പെടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് PR എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് അവിടുത്തെ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ വർക്ക് വിസയിലായി കാനഡയിലാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 2 years അല്ലെങ്കിൽ ഒരു മാക്സിമം 3 yearsനുള്ളിൽ തന്നെ മിക്ക കാൻഡിഡേറ്റ്സിന് തന്നെ PR കിട്ടും. ഇനി അത് ന്യൂസിലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 3 to 5 yearsനുള്ളിൽ വർക്ക് വിസയിലായതിനു ശേഷം ഒരു 3 to 5 yearsനുള്ളിൽ നിങ്ങൾക്ക് PR കിട്ടും. ഓസ്ട്രേലിയയും ഒട്ടും മോശമല്ല. UK-ലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു 5 to 7 yearsനുള്ളിൽ PR കിട്ടും. ഈവൻ അയർലൻഡ് ആണെന്നുണ്ടെങ്കിലും ഒരു 5 to 7 yearsനുള്ളിൽ PR കിട്ടും. ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഇതാണ്. അതായത് മറ്റ് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഇതുപോലുള്ള രാജ്യങ്ങളെ വ്യത്യസ്തമാക്കുന്നത് പ്രത്യേകമായിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ. എല്ലാ ബെനിഫിറ്റ്സോടും കൂടി അവർ നമ്മളെ വെൽക്കം ചെയ്യുവാണ്. എല്ലാ രാജ്യങ്ങളും തന്നെ നിങ്ങൾക്ക് PR കിട്ടാനുള്ള
സാധ്യതകളും ഉണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൗൺസിലേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി 1-to-1 ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചിന്തിച്ച് നിങ്ങളുടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രി, ഇതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിനി കുറച്ച് കോഴ്സ് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചുള്ള കുറച്ച് കോഴ്സ് ഓപ്ഷൻസ് ഞാൻ പല കൺട്രീസിലും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതല്ല നിങ്ങളുടെ വേറെയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ഉടനെ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് 1-to-1 നിങ്ങളുടെ ക്വയറീസ് ചോദിക്കാം. ഓക്കെ. സോ ന്യൂസിലാൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ മാനേജ്മെന്റ് സ്റ്റുഡൻസ് ഉണ്ടെന്നെങ്കിൽ ഈ കൂട്ടത്തിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ BA തന്നെ ഉള്ള കാൻഡിഡേറ്റ്സ്, BA തന്നെ പല സ്ട്രീമിൽ വരുന്ന കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ ഈവൻ BCom സ്റ്റുഡൻസിനാണെങ്കിലും മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡ്, ന്യൂസിലാൻഡ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. കണ്ടോ അവിടുത്തെ സ്പെഷ്യലൈസേഷൻസ് അക്കൗണ്ടിങ്ങിലും ബിസിനസ്സിലും IB-ലും മാർക്കറ്റിംഗിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും ഒക്കെ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് കോഴ്സസ് ഉണ്ട്. അഗൈൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലാൻഡിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലോ മാസ്റ്റേഴ്സ് BCom അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻസിനൊക്കെ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ മാസ്റ്റർ ഇൻ കൊമേഴ്സിൽ അക്കൗണ്ടിങ് സ്പെഷ്യലൈസേഷൻ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ന്യൂസിലാൻഡിൽ മാസ്റ്റേഴ്സ് തന്നെ എടുക്കണം നിർബന്ധമില്ല. ഒരുപാട് നല്ല ഗവൺമെന്റ് ഫണ്ടഡ് കോളേജസിൽ PG ഡിപ്ലോമ, ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇങ്ങനെയുള്ള ലെവൽ പ്രോഗ്രാംസും ഉണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എഗൈൻ ഇപ്പൊ IT റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും സ്റ്റുഡൻസ് ഈ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് EIT, വിൻടെക്, SIT എന്നൊക്കെ പറയുന്നത് അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഫണ്ടഡ് കോളേജസ് ആണ്. അപ്പൊ അവിടെ PG ഡിപ്ലോമ, മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട്. എക്കണോമിക്സ് ആരുണ്ട് ഈ കൂട്ടത്തിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന മാസ്റ്റേഴ്സ് ആൻഡ് PG ഡിപ്ലോമ യൂണിവേഴ്സിറ്റി ഓഫ് വൈക്കാട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലെല്ലാം അവൈലബിൾ ആണ്. സയൻസ് സ്റ്റുഡൻസ് ബോട്ടണി, സുവോളജി അങ്ങനെയുള്ളവർക്കും ഉള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാസ്റ്റർ ഓഫ് സയൻസിൽ ബോട്ടണി സ്പെഷ്യലൈസേഷൻ, സുവോളജി സ്പെഷ്യലൈസേഷൻ അത് നമുക്ക് എടുക്കാം. ഇനി മൈക്രോബയോളജി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും മാസ്റ്റർ പ്രോഗ്രാംസ് ധാരാളം ഉണ്ട് കേട്ടോ. ഇപ്പൊ പ്ലാൻ ബ്രീഡിംഗ് ഒക്കെ ഉണ്ടോ, ഒരു ബോട്ടണി കഴിഞ്ഞ കാൻഡിഡേറ്റിന് സൂട്ടബിൾ ആയിട്ട് എടുക്കാം. അപ്പൊ അതുപോലെ പ്രോഗ്രാംസ് എല്ലാം മാസ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിൽ എല്ലാം അവൈലബിൾ ആണ്. ഇനി ബയോടെക്നോളജി, മോളിക്കുലർ ബയോടെക്നോളജി സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള ധാരാളം മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിയിലും യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോയിലൊക്കെ ഉണ്ട്. കെമിസ്ട്രി, ഫിസിക്സ് ആരൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും PG ഡിപ്ലോമ, മാസ്റ്റർ പ്രോഗ്രാംസ് എല്ലാം മാസ് യൂണിവേഴ്സിറ്റിയിലും കാൻറ്റർബറി യൂണിവേഴ്സിറ്റിയിലും ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെല്ലാം ന്യൂസിലാൻഡിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വളരെ എക്സാമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് കൂടുതൽ പ്രോഗ്രാംസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേട്ടോ. ഓക്കെ. അഗൈൻ കാനഡ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുക എന്നുള്ളത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു ആവശ്യകതയായിട്ട് വരുന്നില്ല. ഇനി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും ചെയ്തു തരുന്നതാണ് കേട്ടോ. ബട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതൽ എടുത്തിട്ട് പോകുന്നതും അവർക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നതും PG ഡിപ്ലോമ അല്ലെങ്കിൽ കാനഡയിൽ അവർ പറയുന്നതിന് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. പോസ്റ്റ് ബാക്കലറേറ്റ് ഡിപ്ലോമ എന്നോ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കാറ്റഗറി കോഴ്സുകളായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആവുക. ഇപ്പൊ മാനേജ്മെന്റ് സ്റ്റുഡൻസിന് അഗെയിൻ PG ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് എടുക്കാം. അഗെയിൻ സപ്ലൈ ചെയിൻ ഒരു നല്ല ഡിവിഷൻ ആട്ടോ കാനഡയിൽ. കാരണം കാനഡ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ കൺട്രി ആണ്. ഒരുപാട് ഇൻഡസ്ട്രീസ് റൺ ചെയ്യുന്ന പേപ്പർ മാനുഫാക്ചറിംഗിലൊക്കെ നമ്പർ 1 ആണ്, വേൾഡ് നമ്പർ 1 ആണ് കാനഡ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ സപ്ലൈ ചെയിൻ നിങ്ങൾക്ക് അറിയാലോ, ഇമ്പോർട്ട് എക്സ്പോർട്ടിംഗ് ആണ്. കൊമേഴ്സ് സ്റ്റുഡൻസിന്, മാനേജ്മെന്റ് സ്റ്റുഡൻസ്, അതുപോലെ BA പല സ്പെഷ്യലൈസേഷൻസ് ഹോൾഡ് ചെയ്യുന്ന നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് സപ്ലൈ ചെയിൻ ഒരു നല്ല ഓപ്ഷനാണ്. സെൽക്രിക്കുലം, കേംബ്രിയൻ കോളേജിലും തോംസൺ റിവർ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ധാരാളം അവൈലബിൾ ആയിരിക്കും. ഇനി ഇതുപോലെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ഫിനാൻഷ്യൽ സർവീസസിലോ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെല്ലാം ഒരു PG ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഫാൻഷെയിം, ജോർജ് ബ്രൗൺ ഒക്കെ അവിടുത്തെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഫണ്ടഡ് കോളേജസ് ആണ്. ഇനി ബിസിനസ്സുകാരുണ്ടല്ലേ, കൊമേഴ്സുകാർക്ക് IT ബിസിനസ് അനാലിസിസ് നല്ലൊരു ഓപ്ഷനാണ്. കേംബ്രിയൻ കോളേജിൽ, IT-കാർക്കാണെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഓപ്ഷൻ ഉണ്ട് ഹംബർ കോളേജിൽ. എക്കണോമിക്സ് ആർക്ക് ഗ്ലോബൽ ബാങ്കിങ് ആൻഡ് എക്കണോമിക്സിൽ PG ഡിപ്ലോമ എടുക്കാം ഡഗ്ലസ് കോളേജിൽ. അതുപോലെ ബയോടെക്നോളജി, മൈക്രോബയോളജിക്കാർക്കൊക്കെ ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട് അൽഗോൺക്വിൻ കോളേജിലും സെന്റിനിയൽ കോളേജിലൊക്കെ. അപ്പൊ ഡിപ്ലോമയാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കേട്ടോ. ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇത് ഓരോ രാജ്യത്തിനും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ കാനഡയിൽ പോയി ഡിപ്ലോമ എടുത്തു, ഇനി ഞാൻ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മാറുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇതിനൊരു വാല്യൂ ഉണ്ടാവില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം കാനഡയിൽ അഡ്വാൻസ് ഡിപ്ലോമയ്ക്കുള്ള വാല്യൂ അത് ഡിഫറെന്റ് ആണ്. ഒരു പക്ഷെ നമ്മുടെ രാജ്യത്തെ ഡിപ്ലോമയ്ക്ക് കിട്ടുന്ന വാല്യൂവിനേക്കാളും ഒരു പക്ഷെ കൂടുതലാണ് ആ രാജ്യത്തിന്റെ ഡിപ്ലോമ കോഴ്സുകൾ. കാരണം അത് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് ഡിപ്ലോമയ്ക്ക് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുക. അഗൈൻ ബോട്ടണിക്കാർക്ക് ഹോർട്ടിക്കൾച്ചറിലൊക്കെ, ഫുഡ് ആൻഡ് ഫാമിങ്ങിലൊക്കെ ദർഹം കോളേജിൽ കോഴ്സ് ഉണ്ട്. ഇനി സുവോളജിക്കാർക്ക് ബീ കീപ്പിംഗിലൊക്കെ കോഴ്സ് എടുക്കാം നയാഗ്ര കോളേജിൽ.
പിന്നെ അതുപോലെ കെമിസ്ട്രിക്കാർക്കൊക്കെ കെമിക്കൽ ലബോറട്ടറി അനാലിസിസ് കോഴ്സ് ഉണ്ട് ലാംപ്ടൺ കോളേജിൽ. ഇനി നിങ്ങൾ ഫിസിക്സുകാർക്കൊക്കെ ആണെങ്കിൽ എംബഡഡ് സിസ്റ്റംസിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം എടുക്കാം ഫാൻഷോ കോളേജിൽ. അപ്പൊ ഇതുപോലുള്ള ധാരാളം മാച്ചിങ് കോഴ്സ് ഒക്കെ കാനഡയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എഗെയിൻ കംസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നമുക്ക് PG ഡിപ്ലോമയും കോളേജിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. നിയർലി ഒരു 43 യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. എല്ലാം നല്ല റാങ്കിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അവിടെ എല്ലാത്തിനും മാച്ചിങ് ആയിട്ടുള്ള മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട്. 2 ഇയറിന്റെ മാസ്റ്റർ പ്രോഗ്രാംസ് വിത്ത് 2 ഇയറിന്റെ സ്റ്റേ ബാക്കോട് കൂടി. ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ കോഴ്സും കൂടി നമ്മൾ എടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല സാലറി സ്കെയിൽ കിട്ടും കേട്ടോ. ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈമിന് ഞാൻ പറഞ്ഞു $, പെർ അവർ ഏകദേശം ഒരു $13 മുതൽ $18 വരെ ഓരോ രാജ്യങ്ങളിലും വേരി ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞു. നമുക്ക് ഫുൾ ടൈം ജോലി കിട്ടി കഴിയുമ്പോഴേക്കും ഇതൊക്കെ പെർ അവർ തന്നെ ഒരു 24, 25, 26 പിന്നെ അതങ്ങ് കൂടത്തേ ഉള്ളൂ. ഓക്കെ, സോ ഓസ്ട്രേലിയയിലെ കോഴ്സസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാനേജ്മെന്റ് ആർക്കുണ്ടോ മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് കോഴ്സ് ഉണ്ട്. അതും ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പിലൊക്കെ പ്രോഗ്രാംസ് എടുക്കാം. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതായത് സ്പെഷ്യലൈസേഷൻ അല്ലാത്ത ബാക്കി എല്ലാവർക്കും ഈ ഒരു കോഴ്സ് എടുക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ BA പല സ്ട്രീംസിനും, അതുപോലെ ഇപ്പൊ കൊമേഴ്സുകാർക്കും വേണമെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോഴ്സസ് വിത്ത് ഇൻഡസ്ട്രി പ്രോജക്റ്റോട് കൂടി ചാൾസ് സ്റ്റേർട്ട് യൂണിവേഴ്സിറ്റിയിലും കർട്ടിൻ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ എടുക്കാം. ഒരു പക്ഷെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ഈ യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകളുടെയും ഒക്കെ ഡീറ്റെയിൽസ്. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്യുവാണ് കേട്ടോ. പിന്നെ MBA പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ BCom-കാർക്ക് മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ് ഉണ്ട് ചാൾസ് സ്റ്റേർട്ട് യൂണിവേഴ്സിറ്റിയിലും അതുപോലുള്ള മറ്റു യൂണിവേഴ്സിറ്റീസിലും. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിന്റെ മാസ്റ്റേഴ്സ് ഉണ്ട് ലാട്രോവിലും യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിലെല്ലാം. IT റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സ് ഇൻ IT സിസ്റ്റംസിലൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ, യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലൊക്കെ ധാരാളം മാസ്റ്റർ പ്രോഗ്രാംസ് ഉണ്ട്. ദെൻ ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മൈക്രോബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ RMIT-യിലും വെസ്റ്റേൺ ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ധാരാളം മാസ്റ്റേഴ്സ് ഉണ്ട്. അഗൈൻ സുവോളജി ബോട്ടണിക്കാർക്ക് ആനിമൽ സയൻസിലോ ബയോളജിക്കൽ സയൻസ് ൊക്കെ മാസ്റ്റേഴ്സ് എടുക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിക്സുകാർക്ക് ക്വാണ്ടം ടെക്നോളജിയിലോ മിനറൽ റിസോഴ്സ് എക്സ്പ്ലോറേഷനിലോ ഒക്കെ മാസ്റ്റേഴ്സ് എടുക്കാം. കെമിസ്ട്രിക്കാരുണ്ടെങ്കിൽ അവർക്ക് കെമിസ്ട്രി തന്നെ മാസ്റ്റേഴ്സ് ആയിട്ട് എടുക്കാം. അല്ലെ അപ്ലൈഡ് കെമിസ്ട്രിയിലെല്ലാം ടാസ്മാനിയ യൂണിവേഴ്സിറ്റി, മെൽബൺ യൂണിവേഴ്സിറ്റിയിലെല്ലാം ധാരാളം കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അഗൈൻ ഞാനിത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-to-1 സെഷനിൽ നമുക്ക് ഇതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. UK-യിലും എല്ലാം നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. പല റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്റ്റുഡന്റിനും ഒരു കോഴ്സ് UK-യിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാം യൂണിവേഴ്സിറ്റീസ് ആണ്, മാസ്റ്റർ പ്രോഗ്രാംസ് ആണ്. MBA പ്രോഗ്രാംസ് ധാരാളം ഉണ്ട്, അതും വിത്ത് വർക്ക് പ്ലേസ്മെന്റോട് കൂടി. പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഫിനാൻസ്, HR, മാർക്കറ്റിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ്, ഇതിലും കൂടുതൽ സ്പെഷ്യലൈസേഷൻസ് ഉള്ള MBA, മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ പല യൂണിവേഴ്സിറ്റീസിലും ഉണ്ട് കേട്ടോ. കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലും ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട്. ദെൻ BCom അല്ലെങ്കിൽ MCom-കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അഗൈൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ മാസ്റ്റേഴ്സ്. കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റി, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ലിവർപൂൾ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ദെൻ IT-കാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് IT അല്ലെങ്കിൽ IT ആൻഡ് സ്ട്രാറ്റജിക് ഇന്നോവേഷൻ ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട്. എക്കണോമിക്സുകാർക്ക് കണ്ടോ കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും കവൻട്രി യൂണിവേഴ്സിറ്റിയിലെല്ലാം അവരുടെ തന്നെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ബയോടെക്നോളജിക്കാർക്ക് ഉണ്ടെങ്കിൽ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലും Teesside-ലൊക്കെ മാസ്റ്റർ ഇൻ ഫുഡ് സയൻസ് ബയോടെക്നോളജി കോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് കണ്ടോ ബോട്ടണിക്കാർക്ക് പ്ലാന്റ് സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സുവോളജിക്കാർക്ക് വൈൽഡ് ലൈഫ് ഹെൽത്ത് ആൻഡ് കൺസർവേഷനിലുണ്ട് കോഴ്സസ് ഉണ്ട്. ഫിസിക്സുകാർക്ക് ഉണ്ടോ ടെക്നോളജി ഓഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കോഴ്സ് അല്ലേ, അപ്പൊ അതിലൊക്കെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാം. ബെർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. പിന്നെ കെമിസ്ട്രിക്കാർക്കും കണ്ടോ സിന്തറ്റിക് ഓർഗാനിക് കെമിസ്ട്രിയിലോ പോളിമർ കളറൻസ് ആൻഡ് ഫൈൻ കെമിക്കലിലൊക്കെ UCLan-ലും ലീഡ്സ് യൂണിവേഴ്സിറ്റിയിലെല്ലാം ധാരാളം കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. അഗൈൻ അയർലൻഡിലാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിറയെ MBA പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയും എല്ലാ മാസ്റ്റേഴ്സും നല്ല ബിസിനസ് സ്കൂൾസും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസും കോളേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിന്റെ മാസ്റ്റേഴ്സ് ഉണ്ട്, എക്കണോമിക്സിന്റെ മാസ്റ്റേഴ്സ് ഉണ്ട്, ബയോടെക്നോളജിയുടെ മാസ്റ്റേഴ്സ് ഉണ്ട്, ബോട്ടണി, സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി. കണ്ടോ കെമിസ്ട്രിക്കാർക്കൊക്കെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും ഫിസിക്സുകാർക്കെല്ലാം എക്സ്പെരിമെന്റൽ ഫിസിക്സിലൊക്കെ മാസ്റ്റേഴ്സ് ഉണ്ട്. ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലും മെയ്നൂത്ത് യൂണിവേഴ്സിറ്റിയിലൊക്കെ. ഞാനിതെല്ലാം നിങ്ങൾക്ക് പറയാൻ കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ട് ഞാൻ പോയി, അത് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഇനി പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. ബട്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിലേറ്റഡ് കോഴ്സസ് ഓൾറെഡി സ്ലൈഡിൽ നോക്കി കാണും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും ഒരുപാട് കോഴ്സ് ഓപ്ഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ട്. അതെല്ലാം ഈ ഒരു സെഷനിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ ഡിസിഷൻ എടുക്കുക, ഞങ്ങളുടെ കൗൺസിലേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക.
നിങ്ങളുടെ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എബ്രോഡ് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യരുത്. അതായത് ഇനി ഇവിടെ ഒരു മാസ്റ്റേഴ്സ് എടുക്കാം എന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ജോബിന് കയറി ഒരു 1-2 വർഷമോ കഴിഞ്ഞിട്ട് പോവാം എന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്യൂട്ടബിൾ ആവുക ഈ ഒരു പോയിന്റിൽ തന്നെ നിങ്ങൾ പോകുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങളുടെ ഓഫീസുകൾ വിസിറ്റ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ മനസ്സിലാക്കുക. കോഴ്സ് ഇപ്പം നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് കൂടി കംപ്ലീറ്റ് ചെയ്യുക. കോഴ്സ് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം IELTS എക്സാം ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടാനൊരു സാവകാശം ഉണ്ടല്ലോ. ഈ ഒരു ടൈമിൽ നിങ്ങൾ IELTS എക്സാം കൂടി ക്ലിയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 സർട്ടിഫിക്കറ്റും അതായത് നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സും IELTSും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷനും ബാക്കിയുള്ള മറ്റ് ഫോർമാലിറ്റീസും ക്ലിയർ ചെയ്യാം. ഈ IELTS കിട്ടാൻ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് ആണ് ആദ്യം കിട്ടുന്നതെങ്കിൽ അത് വെച്ച് പോലും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ ഒരു അഡ്മിഷൻ ലെറ്റർ എടുക്കാം. അതുവഴി നിങ്ങൾക്ക് ഇപ്പൊ ലോണൊക്കെ ട്രൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മൂവ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ദെൻ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫെലോ സ്റ്റുഡൻസിനോടൊക്കെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ ഷെയർ ചെയ്യുക. കാരണം പലരും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷെ ഇത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏറ്റവും ട്രസ്റ്റ് വർത്തി ആരാണ് ഒന്നും ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പൊ GB ഈ കാര്യത്തിലെല്ലാം നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടാവും. വളരെ ആശ്വസിക്കാവുന്ന വാർത്തകളാണ് ഈ പാൻഡമിക്കിന് ശേഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പാൻഡമിക്കിന്റെ ഈ ഒരു സിറ്റുവേഷനും കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഞാനിപ്പോ ഈ ഒരു സെഷൻ വളരെ ബ്രീഫ് ആയിട്ട് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ഓഫീസിലുള്ള വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള മാനേജേഴ്സ് എല്ലാം ഈ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വയറീസും ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് സാധിക്കും. സോ 1 by 1 അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ക്വയറീസ് ചോദിക്കുക കേട്ടോ. ഓക്കെ സർ. പാർട്ടിസിപ്പൻസിന് ഉള്ളവർക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അവരുടെ കോഴ്സസ് ഏതെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. അലീന, ഒരു ടു സ്റ്റാർട്ട് ഓഫ്, ഞങ്ങളുടെയൊക്കെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, ഞങ്ങൾക്ക് 9 റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ. അപ്പൊ പല PG കുട്ടികൾക്കും ഇത് കഴിഞ്ഞിട്ട് റിസർച്ച് ആംഗിളിൽ കൂടുതൽ ഓപ്ഷൻസ് ഏത് രാജ്യത്താണ്? ഇപ്പൊ കൊമേഴ്സ്, ഇപ്പൊ ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ കൊമേഴ്സ് PG കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏത് രാജ്യത്താണ് കൂടുതൽ PhD പെർസ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ സർ, ഇതിനൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൺട്രീസിലും തന്നെ യൂണിവേഴ്സിറ്റീസിൽ PhDയുടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, ഈ പറയുന്ന പല ഫീൽഡുകളിലും തന്നെ. ബട്ട് നമുക്ക് ഈ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ PhDക്ക് നമ്മൾ അവിടെ എൻറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അവിടുത്തെ ഒരു ഗൈഡിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ഡീനിന്റെ ഒരു കൺഫർമേഷൻ വേണം. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അതുപോലെ നമ്മുടെ റിക്വസ്റ്റും നമ്മുടെ റിക്വസ്റ്റ് ലെറ്ററും എല്ലാം ചേർത്ത് നമ്മളൊരു അല്ലെങ്കിൽ ഈ കാൻഡിഡേറ്റ് നമുക്കൊരു ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ ആ പർട്ടിക്കുലർ ഡീനിന് ഒരു റിക്വസ്റ്റ് അയക്കണം. അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമുക്ക് വിസയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അഡ്മിഷന്റെ ഫോർമാലിറ്റീസ് എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ഒരു ഗൈഡിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ തന്നെ എബ്രോഡും നമുക്ക് നേരിട്ട് ചെല്ലാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ത്രൂ മെയിൽ നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ ഗൈഡിനെയോ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡീനിനെയോ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് അദ്ദേഹം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ബേസിസിൽ ആ ആക്സെപ്റ്റൻസ് ലെറ്ററിനോടൊപ്പം പിന്നെ വിസയുടെ കാര്യങ്ങളും ചെയ്തു തരാം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ വെറൈറ്റി ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ സാധിക്കും കേട്ടോ. അതായത് ഓരോ കൺട്രിയിലും ഇപ്പൊ സാർ കൊമേഴ്സ് ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാറിന് തന്നെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രി ഉണ്ടാവും. ഇപ്പൊ ഒരു പക്ഷേ കാനഡ ആയിരിക്കാം, ന്യൂസിലൻഡ് ആയിരിക്കാം. കാരണം അക്കൗണ്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺട്രിയിലും ധാരാളം ഓപ്ഷൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയാ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാം. അതായത് യൂണിവേഴ്സിറ്റീസ് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്, ഒരു പക്ഷെ അവരുടെ മെയിൽ ID അതുപോലുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ സാധിക്കും. ബട്ട് കാൻഡിഡേറ്റ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് അയച്ച് അവരുടെ ആക്സെപ്റ്റൻസ് നമ്മൾ ആദ്യമേ വാങ്ങിക്കണം. അതിനുശേഷം വിസയുടെ കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് നമുക്ക് സാധിക്കും. PhD സ്റ്റുഡൻസ് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്ക കൺട്രീസും തന്നെ PhD ഓപ്ഷൻസ് എല്ലാം ഈ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. നമ്മുടെ സെന്ററിൽ ഇപ്പൊ ഒത്തിരി PhDക്ക് എൻട്രി കിട്ടുന്നതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ധാരാളം കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽസ് അങ്ങോട്ട് കണക്ട് ചെയ്യാം. Students
നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ചോദിക്കാനുള്ള ടൈമാണ്. സോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചോദിക്കാം. SG കോളേജ് ആലപ്പുഴയിലെ വോയിസ് ഒക്കെ കേൾക്കട്ടെ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം, പിന്നെ ഇപ്പം പുറത്തു പോയിട്ട് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു രീതി ആയിരിക്കില്ലല്ലോ അവിടുത്തെ കോഴ്സുകൾ. അവരുടെ പഠന രീതിയും എല്ലാം വ്യത്യസ്തമായിരിക്കുമല്ലോ. പഠിക്കുന്ന കണ്ടന്റും ഒക്കെ ഇന്ത്യയിലെ സംബന്ധിച്ച് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോനെ ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ബട്ട് ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചായിരുന്നു. അതായത് നമ്മൾ പുറത്ത് കാനഡയിൽ നിന്നല്ല ഏത് രാജ്യത്തു നിന്ന് നമ്മളൊരു ക്വാളിഫിക്കേഷൻ എടുത്താലും, ലെറ്റ് ഇറ്റ് ബി എ മാസ്റ്റേഴ്സ്, ഒരു ഡിപ്ലോമ, PG ഡിപ്ലോമ, എനി കോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ആ കോഴ്സ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാൽ മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്വാളിഫിക്കേഷനുള്ള ആ പർട്ടിക്കുലർ വാല്യൂ തീർച്ചയായിട്ടും അതിനുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാനഡയിൽ തന്നെ നമ്മളൊരു മാസ്റ്റേഴ്സ് എടുത്തിട്ട് വരികയാണെന്ന് വിചാരിക്കുക, ഇന്ത്യയിലേക്ക് വന്നാലും മറ്റേത് രാജ്യത്തേക്ക് വന്നാലും അതിനുള്ള വാല്യൂ തീർച്ചയായിട്ടും അതിനുണ്ടാവും. ഒരിക്കലും പല രാജ്യങ്ങളുടെയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിഫറെന്റ് ആണെന്ന് കരുതി ആ വാല്യൂലൊന്നും ഒരു ഡിഫറൻസും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ക്വാളിഫിക്കേഷൻസിനെയും അവരും ആ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുകയും ചെയ്യും. ആ വാല്യൂലൊന്നും അവരൊരു വ്യത്യാസവും കൺസിഡർ ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ എല്ലാം ഈ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, അതായത് നിങ്ങൾ പഠിക്കുന്നതും അല്ലെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിലുള്ള ഒരു കോളേജിലാണ്. അപ്പൊ സെയിം പോലെ തന്നെ കാനഡയിലുള്ള ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓരോ കൺട്രീസിനും അപ്രൂവ്ഡ് ആയിട്ടുള്ള അതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അവിടെ കിട്ടുന്ന നമുക്ക് എല്ലാ കോഴ്സുകളുടെയും വാല്യൂ ഒരുപോലെ തന്നെയായിരിക്കും. സോ ആ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഹലോ മാം. പറഞ്ഞോളൂ മോനെ. മാം, അത് എനിക്കുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാനഡ അതുപോലെ ഒരുപാട് രാജ്യത്ത് കോഴ്സസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് എന്തെങ്കിലും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരുപാട് കൺട്രിയിലെ ഗവൺമെന്റ്സും സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസും സ്കോളർഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ എലിജിബിലിറ്റിയുടെ ബേസിസിലാണ് നമുക്ക് അത് കിട്ടുകയോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. അപ്പം ഒരാളുടെ പ്രൊഫൈൽ നമുക്ക് സബ്മിറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പിനുള്ള പോസിബിലിറ്റീസ് ആ കൺട്രിയിലെ ഗവൺമെന്റ് സൈഡിൽ നിന്നായിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിൽ നിന്നായിക്കോട്ടെ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സ് തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലേഴ്സിനോട് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പേപ്പർ വർക്ക്സോ അല്ലെങ്കിൽ മറ്റ് ഫോർമാലിറ്റീസിന്റെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്ത് തരികയും ചെയ്യും. ഏതെങ്കിലും പർട്ടിക്കുലർ കൺട്രിയിലെ സ്കോളർഷിപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടാണോ മോൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജനറലി ചോദിച്ചതാണോ? യു കെയിലാണ്. യു കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നായിക്കോട്ടെ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട് കേട്ടോ. ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, അറ്റ് ദി ഏർലിയസ്റ്റ് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഏർലി ബേർഡ് ഓഫർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും നമുക്ക് സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്. 1500 2500 ഒക്കെയാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. 2500 പൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ, എന്തൊരു വലിയ ബെനിഫിറ്റ് ആണ് അതിൽ നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും യു കെ ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആണ്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കും. കൺസൾട്ടൻസിയുടെ ആ ഒരു ഹെൽപ്പ് അതിനകത്ത് ഉണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള പിന്നെ തീർച്ചയായിട്ടും അതിന്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളെല്ലാം കൺസൾട്ടൻസി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ. അപ്പം മാഡം ഓരോയിടത്തും ഇപ്പം നമ്മൾ എടുക്കുന്ന ചിലടത്തെ PGക്കും അല്ലെങ്കിൽ വേറെ കൺട്രീസിലെ ഡിപ്ലോമയ്ക്കും ഏകദേശം ഒരേ വാല്യൂ ആണ് വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് മോനെ. ഈ പറഞ്ഞ ഓരോ രാജ്യത്തിനെയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നതിലുള്ള വ്യത്യാസമാണത്. അതായത് ഈ പറഞ്ഞതുപോലെ ഓരോ കൺട്രിയിൽ ഇപ്പൊ കാനഡ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ, അഡ്വാൻസ് ഡിപ്ലോമ, PG ഡിപ്ലോമ, മാസ്റ്റേഴ്സ്, ഇങ്ങനെ പല കാറ്റഗറി ഓഫ് കോഴ്സസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ കോഴ്സ് എന്താണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഒരു ലെവൽ ഓഫ് പ്രോഗ്രാമിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോവാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാനഡയിൽ നമ്മളൊരു PG ഡിപ്ലോമയാണ് എടുക്കുന്നത്, യു കെയിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കുകയാണെന്ന് കരുതി യു കെയിലെ മാസ്റ്റേഴ്സിന് കൂടുതൽ വാല്യൂ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഓരോ കൺട്രിയുടെയും എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നതിനുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ അതിന്റേതായ പോയിന്റ്സ് ആയിരിക്കും നമുക്ക് അതിനുവേണ്ടി വരുന്നത്. ഇപ്പൊ PG ഡിപ്ലോമയ്ക്ക് അവർ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടാവും, മാസ്റ്റേഴ്സിന് ഇത്ര ഫിക്സ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്വാളിഫിക്കേഷൻ മാത്രമല്ല നമ്മൾ ഏത് ലെവൽ ഓഫ് ജോബ് ആണ് ചെയ്യുന്നത്, അതിന്റെ സാലറി റേഞ്ച് ഇപ്പൊ എത്രയാണ്, അപ്പൊ ഇതൊക്കെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിനെല്ലാം പല രാജ്യങ്ങളിലും പോയിന്റ്സ് ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. കാനഡ, ഓസ്ട്രേലിയ, UK ഒക്കെ പോലുള്ള കൺട്രീസിൽ
നമ്മളൊരു 2 years കോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റേ ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര വർഷമായിരിക്കും നോർമലി? ഇപ്പൊ കാനഡയിലാണ്. ഓക്കെ, ചോദിച്ചോളൂ മോനെ, ചോദിച്ചോളൂ. അത് തന്നെ പറഞ്ഞു. ഓക്കെ, കാനഡയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 ഇയറിന്റെ ഒരു കോഴ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ഇയറിന്റെ കോഴ്സ് എടുക്കുന്ന കാൻഡിഡേറ്റ്സിന് 1 ഇയറിന്റെ സ്റ്റേ ബാക്കും 2 ഇയർ ആൻഡ് എബവ് കോഴ്സ് എടുക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും 3 ഇയറിന്റെ സ്റ്റേ ബാക്കും ആണ് കാനഡ ഓഫർ ചെയ്യുന്നത്. UK നമുക്ക് കൺഫേംഡ് ആയിട്ടും 2 ഇയറിന്റെ സ്റ്റേ ബാക്ക് ആണ് കിട്ടുന്നത്. 1 ഇയറിന്റെ കോഴ്സ് ചെയ്താലും നമുക്ക് 2 ഇയറിന്റെ സ്റ്റേ ബാക്ക് കിട്ടും. ഓസ്ട്രേലിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇയറിന്റെ തന്നെ മാസ്റ്റർ പ്രോഗ്രാംസ് ആണ് എടുക്കേണ്ടത്. നിങ്ങൾ ബാച്ചിലർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ മാസ്റ്റർ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഓസ്ട്രേലിയയിൽ നമ്മൾ മാസ്റ്റേഴ്സ് തന്നെയാണ് എടുക്കേണ്ടത്. അതും 2 ഇയറിന്റെ തന്നെ എടുക്കണം. കാരണം അപ്പോഴാണ് നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള 2 ഇയറിന്റെ സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഇനി ന്യൂസിലാൻഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇയറിന്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഇയറിന്റെ സ്റ്റേ ബാക്കും അത് ലെവലിന്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ന്യൂസിലാൻഡിൽ കേട്ടോ. അതായത് ഇപ്പൊ PG ഡിപ്ലോമ മാസ്റ്റർ ലെവൽ പ്രോഗ്രാംസ് ഒക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ടും 3 ഇയറിന്റെ സ്റ്റേ ബാക്ക് ഉണ്ടാവും. ഈ ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്ന ലെവൽ ഓഫ് പ്രോഗ്രാം കൂടിയുണ്ട് ന്യൂസിലാൻഡിലാണെന്നുണ്ടെങ്കിൽ 1 ഇയറിന്റെ. ആ ഒരു പ്രോഗ്രാമിന് നമുക്ക് 2 ഇയർ ആയിരിക്കും സ്റ്റേ ബാക്ക് കിട്ടുന്നത്. ഓക്ലാൻഡ് അകത്താണെങ്കിൽ അതിന് 1 ഇയറേ കിട്ടത്തുള്ളൂ. ഓക്ലാൻഡ് പുറത്താണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾക്ക് എടുക്കാവുന്ന ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്ന ലെവൽ ഓഫ് പ്രോഗ്രാമിന് 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടും. ഇനി അത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കണം നിർബന്ധമില്ല. PG ഡിപ്ലോമ 1 ഇയറിന്റെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് 1 ഇയറിന്റെ 2 ഇയറിന്റെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഒരു 3 ഇയറിന്റെ സ്റ്റേ ബാക്ക് കിട്ടും. ഈ സ്റ്റേ ബാക്ക് ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ജോലി കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് തരുന്ന മാക്സിമം സാവകാശത്തെയാട്ടോ. നിങ്ങൾ ഈ സ്റ്റേ ബാക്ക് ടൈമിൽ തന്നെ, അതായത് സ്റ്റേ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബിലേക്ക് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോങ് സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന വേർഡിന് പിന്നെ അവിടെ പ്രസക്തി ഇല്ല. കാരണം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വർക്ക് വിസയിലേക്ക് മാറാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. PR വർക്ക് വിസയിൽ നിന്നുകൊണ്ടാണ് PR വരുന്നത്. അത് ഓരോ രാജ്യങ്ങളെയും ഡിഫർ ചെയ്തിരിക്കും. ഓരോ രാജ്യങ്ങളിലും എംപ്ലോയർ തരുന്ന പോയിന്റ്സിന് ഇപ്പൊ UK PR കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ജോബ് ഓഫർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനുള്ള പോയിന്റ് എന്ന് പറയുന്നത് 20 പോയിന്റ്സ് ആണ്. കാരണം അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിനിമം 70 പോയിന്റ്സ് വേണം നമുക്ക് PR എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പൊ ഇതുപോലെ ഓരോ രാജ്യത്തും ഒരു ജോബ് ഓഫർ ഹോൾഡ് ചെയ്യുന്നതിന് ഇത്രയും പോയിന്റ്സ് ഉണ്ടാവും. നമ്മൾ ഏത് സാലറി സ്കെയിലാണെന്നുള്ളതിന് ഇത്രയും പോയിന്റ്സ് ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ജോബിന്റെ ടൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടീവ് ആണോ മാനേജർ ആണോ ട്രെയിനി ആണോ, അപ്പൊ അതിന് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇതൊക്കെ പല രാജ്യങ്ങളിലും ഡിഫറെന്റ് ആണെന്ന് മാത്രം. ഓരോന്നിന്റെയും PR കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള പോയിന്റ്സ് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, എല്ലാ രാജ്യങ്ങളും PR പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഏകദേശം ഇത്ര വർഷത്തിനുള്ളിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും തന്നെ വർക്ക് വിസയിൽ നിന്നുകൊണ്ട് PR മാറാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അടുത്ത ഡൗട്ട് ചോദിച്ചോളൂ കേട്ടോ. ഞാനൊരു കാര്യം ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യുക കേട്ടോ. നമ്മൾ ഇതിനു മുമ്പുള്ള കോളേജസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എടുത്തപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവന്ന ക്വസ്റ്റൻ ആണ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ പലർക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. കാരണം എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സിന് റിലേറ്റഡ് ആയിട്ട് എന്നൊക്കെ ഉള്ള കുറെ ഡൗട്ട്സ് കാണും. അപ്പൊ അതിനുള്ള ഒരു ആൻസർ ഇതാണ്. അതായത് ഇപ്പോൾ ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാനഡയിൽ നമ്മൾ പോവുകയാണ്, അവിടെ ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു കോളേജിനോട് ചുറ്റുവട്ടത്തുള്ള റീജിയനിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്നുള്ളത് ഷുവർ ആണ്. കാരണം അവിടുത്തെ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലേബർ മാർക്കറ്റുമായിട്ട് എപ്പോഴും ഒരു എന്താ പറയുക കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്കഷൻസിലാണ് അവർ റൺ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും അവർക്ക് തോന്നുവാണ് അങ്ങനെയുള്ള ജോബ് റിലേറ്റഡ് എന്താ പറയുക അങ്ങനെയുള്ള ഫീൽഡിന് അവിടെ ജോബ് സാധ്യതകൾ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരിക്കലും ആ കോളേജോ യൂണിവേഴ്സിറ്റിയോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം റൺ ചെയ്യത്തില്ല. അപ്പൊ അതായത് നിങ്ങൾക്കൊരു പ്രോഗ്രാം എടുത്ത് പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവാം എന്നുള്ളത് വളരെ ധൈര്യത്തോടു കൂടി തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ് എന്താണോ ആ റീജിയനിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉണ്ടാവും. അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എപ്പോഴും ആ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാനഡ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു എന്താ ഒരു റീതിങ്ക് ഒരു മടിയും ഇങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. എഗെയിൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ കാനഡ തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചോ അതിന് റിലേറ്റ് ആയിട്ട് തന്നെ ജോബ് ചെയ്യണം എന്നും നിർബന്ധമില്ല.
ഒരു ഫുൾ ടൈം ജോബ് നമുക്കൊരു എംപ്ലോയർ തരിക എന്നുള്ളതിലാണ് കാര്യം, ഒരു ജോബ് ഓഫർ ഹോൾഡ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അത് റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ പോയ ആ ഫീൽഡുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തൊരു ജോബ് ചെയ്യണം എന്നുള്ളതും നിർബന്ധമില്ല. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ എടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് മാച്ചിങ് ആയിരിക്കണം. കാരണം എന്നാൽ മാത്രമേ വിസ ഓഫീസർ അത് ക്ലിയർ ചെയ്ത് തരത്തുള്ളൂ. കാരണം നമ്മൾ സ്റ്റുഡന്റ് വിസയ്ക്കാണ് പോകുന്നത്. അപ്പൊ പഠിക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എസ്പെഷ്യലി നിങ്ങളൊരു ബാച്ചിലേഴ്സോ ഒരു മാസ്റ്റേഴ്സോ കഴിയുന്ന കാൻഡിഡേറ്റ്സ് ആണ്. അപ്പൊ അതായത് ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു എന്താ പറയുക ഒരു കറക്റ്റ് ഒരു ഇത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, ഏത് ഫീൽഡ് ആണെന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് വിസ ഓഫീസർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുന്ന ആദ്യത്തെ കോഴ്സ് എപ്പോഴും നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഫീൽഡ് തന്നെ എടുക്കുകയും വേണം. എന്നാൽ മാത്രമേ വിസ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോഗ്രാം കൂടി അഡീഷണൽ വേണമെങ്കിൽ എടുക്കാം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അഗൈൻ ഞാൻ കാനഡ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 1 ഇയറിന്റെ കോഴ്സിന് 1 ഇയറിന്റെ സ്റ്റേ ബാക്കും 2 ഇയർ ആൻഡ് അബവ് കോഴ്സുകൾക്ക് 3 ഇയറിന്റെ സ്റ്റേ ബാക്ക് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നുവാണ്, അതായത് ഇപ്പൊ 1 ഇയറിന്റെ കോഴ്സ് എടുത്തിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് വിചാരിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു 1 ഇയറിന്റെ തന്നെ സ്റ്റേ ബാക്ക് കിട്ടും. അവിടെ ചെന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ട് ടൈം ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുവാണ്, ഓക്കെ ഈ ഒരു 1 ഇയറിന് എനിക്ക് കിട്ടാൻ പോകുന്ന സ്റ്റേ ബാക്ക് കൊണ്ട് മാത്രം ഒരു പക്ഷേ എനിക്കൊരു ഫുൾ ടൈം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണോ? ഇത് പലരുടെയും ചിന്താഗതി ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഇയറിന്റെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ വേറൊരു 1 ഇയറിന്റെ കോഴ്സും കൂടി ആഡ് ഓൺ ചെയ്തെടുക്കുക. ആ സെക്കൻഡ് ഇയർ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ വേണമെങ്കിലും എടുക്കാം. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ കൊമേഴ്സ് എടുത്ത് പോകുന്ന ഒരു അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് കോഴ്സ് എടുത്തിട്ട് പോകുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു സെക്കൻഡ് ഇയർ കോഴ്സ് എടുക്കണം എന്നില്ല. ആ കോളേജ് നിങ്ങൾക്ക് തരാൻ എന്താ പറയാ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ലെവൽ ഓഫ് കോഴ്സ് അല്ലെങ്കിൽ ഏത് ഫീൽഡ് ഓഫ് കോഴ്സ് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 2 ഇയർ കോഴ്സ് ആയിട്ട് അത് കമ്പൈൻ ചെയ്യുകയും ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 3 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതും കൂടി ഞാനൊന്ന് അഡീഷണൽ ആഡ് ചെയ്തതാണ്. കാരണം പലരും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതായത് മാച്ചിങ് ആയിട്ടുള്ള കോഴ്സ് തന്നെ എടുത്തിട്ട് പോകണമോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് റിലേറ്റ് ആയിട്ട് തന്നെ ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും പലർക്കും ഉണ്ടാവാം, എസ്പെഷ്യലി പാരന്റ്സിനൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ആഡ് ഓൺ ചെയ്തത് കേട്ടോ. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ. ഇതിൽ ചിലർക്ക് ഓഡിയോ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ നമുക്ക് ചാറ്റ് ബോക്സിനകത്ത് ഡൗട്ട്സ് ചോദിക്കാൻ പറ്റും. ആർക്കെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയാവും. അല്ലാത്തവർക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മളൊരു ഗൂഗിൾ ഫോം ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത് പാർട്ടിസിപ്പൻസിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് തരാം. ഇനിയിപ്പോ ഡൗട്ട്സ് ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗൂഗിൾ റിവ്യൂ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എനി ടൈം ഞങ്ങളുടെ ഓഫീസുകൾ വിസിറ്റ് ചെയ്യുകയോ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വാട്സ്ആപ്പ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ഇതിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഡൗട്ട് ചോദിച്ചു. അലീന, എന്തെങ്കിലും നിങ്ങളുടെ ബ്രോഷർ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ബ്രോഷറും കാര്യങ്ങളും രാഹുൽ അന്ന് എനിക്ക് അയച്ചതിൻ്റെ അകത്ത് അതുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവരുടെ ഷെയർ ചെയ്യാം. ഓക്കെ സാർ, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഷെയർ ചെയ്ത് തരാം. എനിക്കിപ്പോൾ അതിനകത്ത് കോൺടാക്ട് നമ്പർ അല്ല, ഞാൻ സാറിന് വേറെ കോൺടാക്ട് ഷെയർ ചെയ്ത് തരാം. അലീന, ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഷെഹിനാബിലിനെ ചോദിച്ചിരിക്കുന്നത് BA ലിറ്ററേച്ചർ എടുത്തവർക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള കോഴ്സസ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അതിന് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ്, എസ്പെഷ്യലി ഉദ്ദേശിക്കുന്നത് മാർക്ക് ലിസ്റ്റുകളാണ്. മാർക്ക് ലിസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ കോഴ്സിന് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. അപ്പോൾ അവർ ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഇത് നോക്കും. അതായത് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള സബ്ജക്ട്സും അവിടെ സബ്ജക്ട് അലീന അത് BA ഇംഗ്ലീഷ് സ്പെസിഫിക് ആയിട്ട് ഇംഗ്ലീഷിന്റെ ഹയർ ഓപ്പർച്യൂണിറ്റീസോ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതെങ്കിലും സ്പെസിഫൈ ചെയ്ത് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ചോദിച്ചത്. Alina, I can explain that. Students, it is always good, if you take a related program. So if a student has completed BA literature, I would suggest that best option will be taking a master's in literature or anything related to literature. And most of the countries are having programs in that. For example, UK and all, you will be finding many programs in higher studies in literature. Okay, in arts literature varna linguistic programs allanundegi copywriting, literature related MSc etc. and all, you will find it. So that will be a best option. Even when you are looking for Australia or your US
or even Canada, first option for a literature student will be continuing with the same program. പക്ഷെ അവർക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വേണ്ട എന്നുണ്ടെങ്കിൽ it's better you gain an experience in an area which you want and then going with higher study. കേട്ടോ? അപ്പൊ ലിറ്ററേച്ചർ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് definitely you should be looking for a master's in literature. Right. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Any questions? ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ ക്വസ്റ്റ്യൻ? ആരാ ചോദിച്ചതെന്നും മനസ്സിലായില്ലല്ലോ. അല്ലെങ്കിൽ അവരോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കായിരുന്നു. ഒന്ന് ചാറ്റിൽ അല്ലെങ്കിൽ ഇടാവോ? അവിടെ എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷെ. അങ്ങനെയാണെങ്കിൽ ചാറ്റിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇടാവോ? രാഹുൽ ഒന്ന് നോക്കാവോ ചാറ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ എന്നുള്ളത്? ചാറ്റിൽ വന്നിരിക്കുന്ന അലീന ഈ ക്വസ്റ്റ്യൻ ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, MIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷൻ ക്രൈറ്റീരിയയെ കുറിച്ചാണ്. സംഗീത സ്കിനിയാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അലിസ് മാം ഒന്ന് ക്വയറി ഒന്ന് ഹെഡ്ലേ ആവോ മാം? Okay, for students who want to get into Ivy League or Harvard or Oxford and all, main thing is your academics will be considered. Okay, any students who are having 95% and above, that is their minimum criteria. And along with that, all these universities, they do look for a very good CV. You have to give a CV and you have to give an SOP why you should be applying for a program in that university. So നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അക്കാഡമിക്സിന്റെ കൂടെ തന്നെ ഈ essay about why you are planning for such a program in this college എന്ന് പറഞ്ഞിട്ടുള്ള particular ആയിട്ടുള്ള essay നെ ബേസ് ചെയ്തിട്ടാണ് normally such universities will be considering a student. And if you are able to convince them that you are apt for that program, sometimes based on your academics, you will also get complete scholarship. We have students who are done with and got the admissions in Ivy schools like Stanford and all completely free of cost, provided they give such a good essay plus the academics. And even IELTS requirement will be there. IELTS or TOEFL and all requirement will be 7 or 6.5 minimum. Then in scenarios of US and all, they will be also looking for GRE etc. and all. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് യുവർ അക്കാഡമിക്സ് വിത്ത് എ വെരി ഗുഡ് അക്കാഡമിക് സ്കോർ. ഓക്കെ, അതിൻ്റെ ഒപ്പം ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് along with your academics, you have to have additional for US, always remember extra activities ഉണ്ടെന്നുണ്ടെങ്കിൽ those things will also be considered. അതിന് പോയിന്റ്സും കിട്ടും. നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അക്കാഡമിക്സിന് നിങ്ങളുടെ എടുക്കുന്നതായിരിക്കും. Okay, and essays there will be a question on why you want to go to such programs in such, you have to answer to that question. And IELTS or TOEFL or whatever the English language requirement is, that will also be needed. Just to add on to that, will they be looking for work experience? Let's say, for example, like Oxford or MIT. I don't think they will directly they will take fresh students. There are freshers also. See, freshers are also considered because for masters and all, few students have got not like MBA and all. I'm not talking about MBA. If you plan to go for an MS and all, they might take freshers.
But if you are having experience in it, definitely it will be an added. Because for MBA programs, always students with experience are looked upon. Okay. Okay. A Okay. point clear, right? Yeah. അതായത് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിത്ത് എക്സ്പീരിയൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും കൂടുതലും നോക്കുന്നത് MBA പ്രോഗ്രാംസിന്. Okay, but if you plan to go for a MS program or a MA program and all, then you can directly like go for, as a fresher you can apply for. Okay. There is one more question in the chat box. Canada-il PG courses ഒക്കെ ചെയ്യാൻ വേണ്ട fee details എങ്ങനെയാണ്? Fee detail. Yeah. Fee. Which probably, yes, fees details, correct. Okay. See, on an average for Canada, it ranges between say or 8.5 lakhs to 10 lakhs. That is the average tuition fees, annual tuition fees for the programs in Canada. This is for college related programs. Even if it is a UG or a PG, this is the range in which the program will be for 1 year. Whereas for universities, it will be a bit higher. Say it will be starting from 12 lakhs to, it can go, if high-ended, it can go bit by starting from 15 to 20 lakhs. And the tuition fees alone is that. Similarly, along with that, the students are also supposed to be meeting with their living costs, which will come to almost 10,000 CAD in Indian rupees. It will be almost 5,70,000 at the rate. So, or annual fees for tuition and living or taken, it will be ranging between 14 to 17 lakhs on average. On an average, how much can they earn as a part-timer? Okay, part-timer, it depends upon each province. Okay, for example, in Toronto region, Ontario region, part-time will be starting from $14. But again, you have to remember that all these countries, they are also having tax. Okay, so net what they will be earning will be after the tax, but still on an average, these students will be getting a minimum cost almost all this provinces in Canada. Alberta is the place where students earn maximum wage, that is almost 15.75 and all, because our the tax rate is bit lower than other province. But starting from $13, students start getting a minimum wage. Okay. Yeah, just on an annual basis, just to compare that with the fees and the living expenses, with the minimum number of working hours on a weekly basis, how much can they earn on an annual basis? So it becomes easier for the students. Yeah, so I will give it this way. If a student is going for in any program to Canada, the international students have the work right of 20 hours per week. Okay, so any students who land in Canada from the day their program starts, okay, it's from the day the program starts, the students have the right. അപ്പോൾ അവർ ലാൻഡ് ചെയ്ത് say ഇപ്പൊ ജാനുവരി മുതൽ they start working, they are going to earn say minimum of $13. So $13 in one, it's for 1 hour. So say for 20 hours into, for a week they will be earning, for a week they are earning 20, and 20 into 4. So this is for a week, and that into 12 months will give them an average for a year. Okay. My rough calculation, I think somewhere around 7.5 lakhs on an Indian rupee. Yeah, it's always good, to convert in CAD itself and calculate, because maybe after landing there, we will be looking into all the expenses in their currency, right? Yeah. But why I am asking for that sort of a comparison is because the fees which you mentioned is something like in rupees 15 lakhs or 18 lakhs, whatever you say. So, yes. obviously it will be easier for comparison. Okay, see, now I'll give another example also. For any country, when a student lands to the particular country, government is ensuring they cover also the living costs, isn't it?
Now when Alina gave the presentation, she did mention tuition fees will be there and living cost will be there. So adinte basis just now I explained, like no tuition fees is this much, living cost is this. And this living cost, once the student land there, it will be credited in the student's account itself. Okay, so the students are going to utilize this amount for the expense in their own requirement basis. Okay, so example, a student who landed in Canada, the first month itself from the 10,000 CAD which is credited in his account, he will be getting 2,000 CAD. Okay, so anything related to the initial expense, for example, their accommodation, their living expense, all this they can bear it from this amount itself. And after that, once they start with earning their, like work, when they start doing the part-time job and starts earning, that will be an addition to their living cost which they are having. Am I clear? Yeah, absolutely. Okay, so along with the living cost which is in their account, this will be an additional income for the students. So if they are making at least half of their living cost what they have already input, that part they can utilize for their expense, and the remaining which they are deposited can be used for their fees also later. So it always depends upon how well the student is able to manage their fund which they are having. Okay, if a student is very careful that with their money, Canada is very easy for the students because they do have enough money in account to meet their second year expenses. Full ആയിട്ട് തന്നെ അവർ earn ചെയ്യുന്നത് they can be utilizing it for the second year. But if they plan to stay in a very posh area and they are planning to live very carefree life, then that fund which they are earning won't be sufficient for them. And what we have noticed is majority of students who land in foreign or abroad studies, they try to minimize their expenses and constrain things and use it. So most of them are able to cover it, but 100% in the patilla. Okay. Okay, thank you. Welcome. Any other questions? If you have, please raise it. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Shall we wind up? Hello. കുട്ടികൾക്ക് ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇനി എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. Okay. I think yes, yeah, one question has come up, right? Affordable ano fees alle yeah, for Canada study it's more affordable than any other country. I'll give you that reason also why. See, for every country when a student goes to, they have to look into along with the fees what other documents will also be needed for visa filing. Okay, I'll be just comparing it and giving you this example. Let us take the example of UK and let us take the example of Australia and Canada, for example. Okay, അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാനഡയുടെ ഇപ്പോൾ ആവറേജ് ഫീസ് പറഞ്ഞത് ഒരു 9 lakhs tuition fees, living costs say it is coming to 5.5 lakhs, so on average 14 lakhs. Okay, ഓസ്ട്രേലിയയിലും say 1 year ഒരു സെമിസ്റ്ററിന്റെ ഫീസ് വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 15-16 lakhs വരുന്നുണ്ട്, ലിവിങ് കോസ്റ്റ് 10 lakhs വരുന്നുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് നമ്മൾ കാനഡയ്ക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഓഫർ ലെറ്റർ കിട്ടിയ ശേഷം യു ആർ സപ്പോസ് ടു ബി പേയിങ് ദിസ് ഫീസ് ആൻഡ് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് കോളേജിൽ നിന്ന് ട്യൂഷൻ ഫീസ് റെസീറ്റ് വരും. ഈ റെസീറ്റോട് കൂടിയാണ് നമ്മൾ വിസയ്ക്ക് ഫയൽ ചെയ്യുന്നത്. ഓക്കെ, വേറസ് ഓസ്ട്രേലിയ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് ആദ്യമേ അടയ്ക്കേണ്ട. യു ഹാവ് ടു കീപ് ഫണ്ട് all the documents ready and mention that all the funds which are needed to be paid will be ready during after the visa approval. Okay, അപ്പോൾ കാനഡയുടെ കേസ് വരുമ്പോഴത്തേക്കും സ്റ്റുഡൻസ് they find it easy because whichever means they raise the amount, they just need to pay the fund irrespective of how they raise the fund.
what are the financial documents needed, is any sponsors needed, ഇതൊന്നും കാനഡയ്ക്ക് വേണ്ടി വരുന്നില്ല. Whereas for any other country, you have to have a sponsor who will be related to the student. ആ സ്പോൺസറിന് ഇനഫ് ഇൻകം ഉണ്ടായിരിക്കണം. ആൻഡ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും കൂടി വെച്ച് മാത്രമേ നമ്മൾക്ക് വിസ ഫയലിംഗിലേക്ക് കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് what we have noticed is like more students feel Canada, going ahead with Canada study is more easier. And similarly fun part also, കാനഡയിൽ വരുമ്പോഴത്തേക്കും ട്യൂഷൻ ഫീസ് ഇത്രയും വരുന്നുണ്ടിട്ട് ഇറ്റ് ഈസ് like affordable also compared to other countries. Okay, I think with that we will conclude. In the beginning, I wanted to welcome Alina as well as Rahul and all the team from GB, but unfortunately, Alina just took it over right away. No issues on that, but let me express our gratitude from part of SD College and especially Career Guidance and Placement Cell of our college. We didn't had the expected number of students, but I'm happy that we had a healthy discussion on various aspects related to it. I'm sure it will definitely have some impact on some of the students, at least on choosing their future. Thank you, Alina. Thank you, Rahul, and all the team. I'm quite surprised with the kind of expertise which have been participating in this event for addressing the queries. Special thanks to all the